അഡിനോ വൈറസ് വെക്ടേഴ്സ് ഉപയോഗിച്ച് നമ്മൾ ജീൻ തെറാപ്പി അതുവരെ ഇരിക്കുകയാണ് മോഡേൺ മെഡിസിൻ. പക്ഷേ ഇന്നും ആയുർവേദം അതിൻ്റെ ഹോളിസ്റ്റിക് അപ്രോച്ചിലേക്കാണ് പോകുന്നത്. അതായത് ഇത്തരം ഈവൻ ജനറ്റിക് ഡിസീസസ്, അതിൻ്റെ ജനറ്റിക്സ് അറിയാമെങ്കിൽ പോലും ആ ജനറ്റിക്സ് ഡിസീസസിനെ കണ്ണുനീരാണ് ഏറ്റവും നല്ല പ്യൂരിഫൈങ് ഏജൻറ്റ്. കാരണം കണ്ണുനീരിന് തന്നെ 3 ലെയേഴ്സ് ഉണ്ട്. അതിന് ഏറ്റവും ഔട്ടർ ആയിട്ടുള്ള ഒരു ലിപ്പിഡ് ലെയർ, നടുക്കുള്ള ഒരു അക്വസ് ലെയർ, ഏറ്റവും ഉള്ളിലുള്ള മ്യൂക്കസ് ലെയർ. ഇതിൽ ഈ അക്വസ് ലെയറിൽ തന്നെ ലൈസോസൈംസ് എന്ന് പറയുന്ന സാധനങ്ങളും. ഇപ്പം നമ്മളൊരു ആയുർവേദ മെഡിസിനുമായിട്ട് വെസ്റ്റേൺ വേൾഡിൽ ചെന്നാൽ അവർ ഈ സ്റ്റഡീസിന് കോപ്പറേറ്റ് ചെയ്യത്തില്ല. അവിടെ ഇത് കൊടുക്കാൻ അവരൊരു പക്ഷെ തയ്യാറാകത്തില്ല. അതുകൊണ്ട് തന്നെ ഡിഫറെൻറ്റ് എത്നിസിറ്റി ഇത്രയും പഠിച്ച് ബാക്കിയെല്ലാം വാദവും പിത്തവും കഫവുമായിട്ട് ആട്രിബ്യൂട്ട് ചെയ്തിട്ട് അനസ്തീഷ്യ ഡ്രഗ്സ് കൊടുക്കാൻ മോഡേൺ മെഡിസിനെ കൂട്ടുപിടിക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ഒരു ശാഖയുടെ ആവശ്യമില്ല. യു ടേക്ക് ഇറ്റ് ആസ് മോഡേൺ മെഡിസിൻ ഉള്ളി. ഏവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. നമുക്കറിയാം, അന്ധവിശ്വാസങ്ങളെ, എസ്പെഷ്യലി ജനപ്രിയ അന്ധവിശ്വാസങ്ങളെ എതിർക്കുന്നതിൽ എസൻസ് ഏറെ മുൻപന്തിയിലാണ്. അതായത് കാലങ്ങളായി നമ്മൾ ജനപ്രിയ അന്ധവിശ്വാസങ്ങൾക്കെതിരെ ശക്തമായി പോരാടിക്കൊണ്ടിരിക്കുകയാണെന്ന് നമുക്കറിയാം. ആൻഡ് ഏറ്റവും കൂടുതൽ ജനപ്രിയ അന്ധവിശ്വാസങ്ങൾ നിലനിൽക്കുന്ന ഒരു മേഖലയുമാണ് ആരോഗ്യ മേഖല. അപ്പോൾ ഇന്നിവിടെ നടക്കുന്ന എവിഡൻഷ്യ എന്ന് പറയുന്ന ഈ ഒരു പരിപാടിയും നമ്മൾ കാലങ്ങളായി നടത്തി വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു പോരാട്ടത്തിൻ്റെ തുടർച്ച എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ അതിനോട് ചേർത്ത് നിർത്താൻ പറ്റുന്ന ഒരു പരിപാടി തന്നെയാണിത്. ഈ ഒരു പരിപാടിയുടെ ഭാഗമായി നമ്മൾ ഇന്ന് ഈ വേദിയിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ഡിസ്കഷൻ, അതായത് കണ്ണും തർപ്പണവും, മോളിക്കുലാർ ട്രൂത്ത് വേഴ്സസ് ഹോളിസ്റ്റിക് ഹൈപ്പ്, ഇതാണ് നമ്മുടെ ചർച്ചയുടെ പേര്. അപ്പോൾ ഈ ഒരു പരിപാടിയും സമാന സ്വഭാവമുള്ളൊരു പരിപാടി തന്നെയാണ്. അതായത് നേത്രരോഗ ചികിത്സാ മേഖലയിൽ നിലനിൽക്കുന്ന അശാസ്ത്രീയതയ്ക്കെതിരെ ശബ്ദമുയർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി, അല്ലെങ്കിൽ അത് തുറന്നു കാട്ടുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു പരിപാടി ഇതിൽ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ എസൻസ് ഗ്ലോബലിൻ്റെ വേദിയിൽ ആദ്യമായിട്ടാണ്, നമ്മുടെ രാകേഷ് പറഞ്ഞ പോലെ തന്നെ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു പരിപാടി നടക്കുന്നത്. അതായത് നമ്മൾ ഒരുപാട് ഡോക്ടേഴ്സിനോട് സംസാരിച്ചിട്ടുണ്ട്, ഒരുപാട് ഡോക്ടേഴ്സിൻ്റെ പ്രസൻറ്റേഷൻസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു ഒഫ്താൽമോളജിസ്റ്റിനോട് നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഡിസ്കഷൻ സംഘടിപ്പിക്കുന്നത്. ആ രീതിയിൽ ദിസ് പ്രോഗ്രാം ഇസ് ഇൻ എ വേ സ്പെഷ്യൽ. ആൻഡ് നമ്മുടെ നോർമൽ ഡിസ്കഷൻ്റെ പാറ്റേൺ തന്നെയായിരിക്കും ഈ ഒരു പ്രോഗ്രാമും ഫോളോ ചെയ്യുന്നത്. ആദ്യം ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡോക്ടറിനോട് ചോദിക്കും. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നിങ്ങൾക്ക് ഈ ഒരു മേഖലയിലുള്ള സംശയങ്ങളൊക്കെ ഡോക്ടറോട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഐ വെൽക്കം ഡോക്ടർ ഷൈന സ്വാമിനാഥൻ, സദേൺ റെയിൽവേ ഹോസ്പിറ്റലിലെ ഒഫ്താൽമോളജിസ്റ്റ് ആണ്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഒരു ടൈറ്റിൽ തന്നെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണല്ലേ, കണ്ണും തർപ്പണവും, മോളിക്കുലാർ ട്രൂത്ത് വേഴ്സസ് ഹോളിസ്റ്റിക് ഹൈപ്പ്. എന്താണ് ഈ ഒരു ടൈറ്റിലും സബ് ടൈറ്റിലും കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ആദ്യമായിട്ട് ഒരു കാര്യം മാത്രം ഞാൻ പറഞ്ഞോട്ടെ. ഈ നമ്മളിവിടെ കൊണ്ടുവരുന്ന ഡിസ്കഷനിൽ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് 1970 നമ്മുടെ പാർലമെൻറ്റ് അംഗീകരിച്ചതാണ്. ഇതിൽ സെൻട്രൽ കൗൺസിൽ ഫോർ ഇന്ത്യൻ മെഡിസിൻ എന്ന ഒരു ബോഡി രൂപീകരിച്ചിട്ടുണ്ട്. ഈ ബോഡി വന്ന കരിക്കുലത്തിൽ ആയുർവേദിക് പഠനത്തിലുള്ള അവരുടെ കരിക്കുലം മോഡിഫൈ ചെയ്തിട്ടുണ്ട്. സോ ആ കരിക്കുലത്തിൽ യൂസ് ചെയ്യുന്ന ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ്സിനെ പറ്റി മാത്രമാണ് നമ്മളിവിടെ പ്രതിപാദിക്കുന്നത്. അതല്ലാതെ മറ്റ് ആയുഷ് മന്ത്രാലയത്തിലെ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള യുനാനി, സിദ്ധ, അല്ലെങ്കിൽ നാട്ടുവൈദ്യം, മറ്റ് നാട്ടുവൈദ്യന്മാരോ അല്ലെങ്കിൽ വൈദ്യം പ്രയോഗിക്കുന്നവരോ ഉപയോഗിക്കുന്ന ട്രീറ്റ്മെൻറ്റ് ഒന്നും നമ്മളിതിൽ പ്രതിപാദിക്കുന്നില്ല. BAMS എന്നുള്ള കരിക്കുലത്തിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു പഠന രീതി മാത്രമാണ് നമ്മൾ ഈ ടോക്കിൽ പ്രതിപാദിക്കുന്നത്. സോ ആദ്യം നമുക്ക് നമ്മുടെ ഒരു ടൈറ്റിലിനെ പറ്റി പറയാം. അപ്പോൾ ഇതിൽ ഒരു സിമ്പിളായിട്ട് നമ്മളിവിടെ കാഴ്ചമംഗലിന് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്ന കാഴ്ചമംഗൽ നമ്മൾക്കിടയിൽ ഏറ്റവും കൂടുതലുള്ളത് റിഫ്രാക്റ്റീവ് എറേഴ്സാണ്. അതായത് സ്പെക്ടിക്കിൾസ് അല്ലെങ്കിൽ കണ്ണട ഉപയോഗിച്ച് നമ്മൾ കറക്റ്റ് ചെയ്യുന്ന കാഴ്ചമംഗൽ. അപ്പോൾ ഇത് ഒരു മെയിൻലി 3 തരമാണ്. മയോപ്പിയ അല്ലെങ്കിൽ ഹ്രസ്വദൃഷ്ടി എന്ന് നമ്മൾ പറയുന്നു, ഹൈപ്പമെട്രോക്കിപ്യ അല്ലെങ്കിൽ ദീർഘദൃഷ്ടി, പ്രസ്ബയോപ്പി അല്ലെങ്കിൽ നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന വെള്ളെഴുത്ത്. ഇതിനെല്ലാം നമ്മൾ കണ്ണടകളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കണ്ണട വെച്ച് ചികിത്സിച്ച് മാറ്റുന്ന ഒരു മയോപ്പിയെ ആയുർവേദിക് മെഡിക്കൽ ജേർണലിൽ പ്രസിദ്ധീകരിച്ച പഠനമനുസരിച്ച് എങ്ങനെയാണ് ആയുർവേദം അപ്രോച്ച് ചെയ്തതെന്നുള്ളതാണ്. ഈ മയോപ്പിയ നമ്മൾ മോഡേൺ മെഡിസിൻ ഒരു സിമ്പിൾ കോൺകേവ് ലെൻസ് കണ്ണിൻ്റെ ഫ്രണ്ടിൽ കൊടുത്ത് ഒരു സ്പെക്ടക്കിൾസ് 1000 രൂപ വില വരുന്ന ഒരു സ്പെക്ടക്കിൾസ് കൊടുത്തിട്ടാണ് അതിന് കറക്ഷൻ കൊടുക്കുന്നത്. പക്ഷേ ഇവിടെ ആയുർവേദം ഇതിനെടുത്തിരിക്കുന്നത് ഒരു കോക്ടെയിൽ ഓഫ് ട്രീറ്റ്മെൻ്റ് ആണ്. അതിനകത്ത് ശിരോധാര വരുന്നുണ്ട്, നസ്യം വരുന്നുണ്ട്, തർപ്പണം എന്ന് പറയുന്നത് ആയുർവേദിക് മെഡിസിൻ ഇവിടെ എല്ലാവർക്കും ഒരുപക്ഷെ അറിയത്തില്ലായിരിക്കും. ഒരു ഉഴുന്നുമാവ് വച്ചിട്ട് കണ്ണിൻ്റെ മുകളിൽ ഒരു വെല്ല് പോലെ അല്ലെങ്കിൽ ഒരു റിസർവോയർ അതുപോലെ ഉണ്ടാക്കി വെച്ച് അതിൻ്റെ മുകളിൽ മെഡിക്കേറ്റഡ് ഗീ
ഉപയോഗിച്ച് നടത്തുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റിയാണ് ആയുർവേദത്തിലെ തർപ്പണം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഏത് അസുഖമാണ് അല്ലെങ്കിൽ എന്താണ് കാഴ്ചമങ്ങലെന്നോ അല്ലെങ്കിൽ അസുഖത്തിൻ്റെ സിവിയറിറ്റി അനുസരിച്ചോ ഇതിൻ്റെ ഡ്യൂറേഷനും ഇതിൻ്റെ എത്ര സൈക്കിൾസ് കൊടുക്കുന്നു, എത്ര സിറ്റിങ്സ് കൊടുക്കുന്നു, ഇതെല്ലാം വേരി ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ ഒരു തർപ്പണം യൂസ് ചെയ്തിരുന്നു, ഇതുകൂടാതെ ലേഹ്യം യൂസ് ചെയ്തിരുന്നു, അതുകൂടാതെ ഒരു ഘൃതവും. അപ്പോൾ ഇതുപോലെ ഒരു 5 മെഡിക്കേഷൻസ് ഉപയോഗിച്ചാണ് ആ ഒരു ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റി വെച്ചിട്ടാണ് ഇവരിത് ട്രീറ്റ് ചെയ്തിരുന്നത്. ഈ ട്രീറ്റ്മെൻറ്റ് ഇത്രയും ഒരു സിമ്പിളായിട്ട് നമുക്കൊരു ഓപ്റ്റിക്സ് ഇതിൻ്റെ വിശദമായി എങ്ങനെയാണ് കണ്ണിന് കാഴ്ചമങ്ങൽ ഉണ്ടാകുന്നത് എന്നുള്ളതിൻ്റെ ഓപ്റ്റിക്സ് ഈ 17th സെഞ്ച്വറിയിലാണ് നമുക്ക് ഈ ഓപ്റ്റിക്സും റിഫ്രാക്ഷനും എല്ലാം മോഡേൺ സയൻസ് കൂടുതലായിട്ട് പഠിച്ചു വരുന്നത്. അപ്പം ആ ഓപ്റ്റിക്സ് വെച്ച് നമുക്ക് ഇത്രയും സിമ്പിളായിട്ട് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഇത്രയും ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റിയിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടോ? ഇനി ഈ ഒരു ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റി അവർ ഫോളോ ചെയ്തതിന് ശേഷം അവരുടെ സ്റ്റഡിയിൽ തന്നെ അവർ പറയുന്നുണ്ട് ഈ ഓരോ സിറ്റിംഗ് ഓഫ് തർപ്പണം അല്ലെങ്കിൽ ഇവരുടെ ശിരോധാര ഇതൊക്കെ കഴിയുമ്പോഴത്തേക്കും പേഷ്യൻറ്റിൻ്റെ ആദ്യത്തെ വിഷ്വൽ അക്വിറ്റി എന്ന് പറയുന്നത് 6/36 ആയിരുന്നു. അതായത് ഒരു നോർമൽ ആൾ 36 മീറ്ററിൽ ഇരിക്കുന്നത് ഈ 6 മീറ്ററിൽ കാണുന്നത് ഈ അസുഖമുള്ള ആൾക്ക് 36 മീറ്ററിലേ കാണാൻ പറ്റുള്ളൂ. അതാണ് ആ 6/36 എന്നുള്ള ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ഓരോ സിറ്റിങ്സ് കഴിയുമ്പോൾ ലാസ്റ്റ് ഫൈനലി അവരുടെ ട്രീറ്റ്മെൻറ്റ് വെച്ചത് 6/12 ആയി മാറുന്നു. അത് പിൻഹോളിലും ബെസ്റ്റ് കറക്റ്റഡ് വിഷ്വൽ അക്ടിവിറ്റിയിലും അത് 6/6 ആയിട്ട് മാറുന്നുണ്ട്. അപ്പം ആ 6/6 ഇത് വിഷ്വൽ അക്വിറ്റി കിട്ടാൻ സ്റ്റിൽ അവർ സ്പെക്ടക്കിൾസ് യൂസ് ചെയ്യുന്നുണ്ട്. സോ സ്പെക്ടക്കിൾസ് അവിടെ മാറ്റുന്നില്ല. അവസാനം ട്രീറ്റ്മെൻറ്റ് കഴിയുമ്പോഴും ഈ സ്പെക്ടക്കിൾസ് തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ് കഴിഞ്ഞതിന് ശേഷം ഇതിന് എത്രത്തോളം നിലനിൽപ്പുണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ദീർഘകാലത്തേക്കുള്ള ഇതിൻ്റെ എഫക്റ്റ് അതിനെപ്പറ്റി ഫർദർ സ്റ്റഡീസോ പരാമർശങ്ങളോ നടക്കുന്നില്ല. അപ്പം നമ്മുടെ ഒരു ഇതെന്ന് വെച്ചാൽ മോളിക്കുലർ ട്രൂത്ത് എന്ന് പറയുന്നത് സിമ്പിളായിട്ടുള്ള ഗ്ലാസസ് യൂസ് ചെയ്ത് കറക്റ്റ് ചെയ്യുന്നതിന് നമ്മൾ ഇത്രയും ഒരു ഹോളിസ്റ്റിക് ഹൈപ്പ് കൊടുക്കുകയാണ്. അവിടെ അവർ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ പറയുന്നുണ്ട്, ഡയറ്ററി റെസ്ട്രിക്ഷൻസ് പറയുന്നുണ്ട്. കാരണം എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ആയുർവേദം പ്രോപ്പറായിട്ട് ഇതിൻ്റെ ഒരു മോളിക്കുലർ ബേസിസിൽ ഈ ഡിസീസസിനെ ഈവൻ ഡിസീസ് സിമ്പിളായിട്ടുള്ള റിഫ്രാക്റ്റീവ് എറേഴ്സിനെ പോലും അസസ് ചെയ്യുന്നില്ല. അവർ ആ ഡിസീസസിനെ അവരുടെ സുശ്രുത സംഹിതയുടെ അവസാന ഭാഗങ്ങളിലാണ് ഇതെല്ലാം പ്രതിപാദിക്കുന്നത്. അപ്പം അതിൽ പല ലെയേഴ്സ് അനുസരിച്ചിട്ട് 4 പടലങ്ങൾ അനുസരിച്ചിട്ടാണ് കാഴ്ചമങ്ങലിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പം ഇതിൽ ആദ്യത്തെ പടലത്തിൽ വരുന്ന പ്രശ്നങ്ങൾ കൊണ്ട് സിമ്പിളായിട്ടുള്ള വിഷൻ പ്രോബ്ലംസ് വരുന്നു. സെക്കൻഡ് ആൻഡ് തേർഡ് പടലത്തിൽ വരുന്നത് കൊണ്ട് കുറച്ചും കൂടി കോംപ്ലക്സും, ഫോർത്ത് പടലത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് കൂടുതൽ കോംപ്ലക്സ് അല്ലെങ്കിൽ ക്യൂർ ചെയ്യാൻ പറ്റാത്തതുമായ പ്രശ്നങ്ങൾ വരുന്നു എന്നാണ്. ഇത് ആ ഒരു ഏൻഷ്യൻ്റ് കൺസെപ്റ്റാണ്. അതായത് സുശ്രുത സംഹിതയൊക്കെ എഴുതിയിരിക്കുന്ന 2500 വർഷങ്ങൾക്ക് മുൻപാണ്. അന്ന് നമുക്ക് ഒപ്റ്റിക്സിനെ പറ്റിയോ അല്ലെങ്കിൽ മറ്റ് മോളിക്യൂൾസിനെ പറ്റിയോ മോളിക്കുലർ ബേസിസിനെ പറ്റിയോ ഒന്നും നമുക്ക് വലിയ ധാരണയില്ലാത്ത ഒരു സമയത്ത് എഴുതിയിരുന്ന ഇത് അവർ ആക്ച്വലി അതിൽ കുറേ സിംറ്റംസ് ആണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ആ സിംറ്റംസിനെ ഇന്ന് വരുന്ന മോഡേൺ മെഡിസിൻ്റെ ഡയഗ്നോസിസിലേക്ക് ആട്രിബ്യൂട്ട് ചെയ്ത് കൊണ്ടുവരുവാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ 4 പടലങ്ങളൊന്നും അല്ല കണ്ണിലുള്ളത്. ഈ പടലങ്ങളിൽ ഓരോ പടലത്തിലുള്ള പ്രശ്നവുമല്ല. നമുക്കിന്ന് കണ്ണിന് ഓരോ ഡിസീസസ് വരുന്നതും എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. റിഫ്രാക്റ്റീവ് എറേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് ഐബോളിൻ്റെ ലെങ്തനിങ് അല്ലെങ്കിൽ ഐബോളിൻ്റെ ഷോർട്ടനിങ് കൊണ്ടാണ്. ഷോർട്ടനിങ് കൊണ്ട് മയോപ്പിയും ഷോർട്ടനിങ് കൊണ്ട് ഹൈപ്പർമെട്രോപ്പിയും ലെങ്തനിങ് കൊണ്ട് മയോപ്പി ഉണ്ടാകുന്നു. അതുപോലെ പ്രസ്ബയോപ്പി എന്ന് പറയുന്നത് അക്കമഡേഷൻ ലെൻസിൻ്റെ അക്കമഡേഷൻ കുറയുന്നത് കൊണ്ടാണ്. പിന്നെ നമുക്കുണ്ടാകുന്ന ഗ്ലോക്കോമ എന്ന് പറയുന്ന അസുഖം അക്വസ് ഹ്യൂമറിൻ്റെ ഡ്രെയിനേജ് ബ്ലോക്ക് ആവുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അതിനുള്ള എപ്പിസ്കൽ വെയിൻസിലുള്ള ഒബ്സ്ട്രക്ഷൻ കൊണ്ടൊക്കെയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിനെല്ലാം വ്യക്തമായ മോളിക്കുലാർ ബേസിസ് അല്ലെങ്കിൽ ഏറ്റവും സൂക്ഷ്മാണുപരമായിട്ടുള്ള സ്റ്റഡീസ് നമുക്ക് നടന്നിട്ടുണ്ട്. റെറ്റിനൈറ്റിസ് പിഗ്മെൻറ്റോസ എന്ന് പറയുന്ന വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ജനറ്റിക് ഡിസോർഡറാണ്. അതിൻ്റെ ജീൻസ് എന്താണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ RPE65 ജീനിനെ ഐഡൻറ്റിഫൈ ചെയ്ത് ഈവൻ അഡിനോ വൈറസ് വെക്ടേഴ്സ് ഉപയോഗിച്ച് നമ്മൾ ജീൻ തെറാപ്പി അതുവരെ ഇരിക്കുകയാണ് മോഡേൺ മെഡിസിൻ. പക്ഷേ ഇന്നും ആയുർവേദം അതിൻ്റെ ഹോളിസ്റ്റിക് അപ്രോച്ചിലേക്കാണ് പോകുന്നത്. അതായത് ഇത്തരം ഈവൻ ജനറ്റിക് ഡിസീസസ് അതിൻ്റെ ജനറ്റിക്സ് അറിയാമെങ്കിൽ പോലും ആ ജനറ്റിക്സ് ഡിസീസസിനെ ട്രീറ്റ് ചെയ്യാനായിട്ട് ദേ യൂസ് ദിസ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ഡയറ്റ്സ്. കൂടാതെ ഇതുപോലുള്ള ഘൃതവും നെയ്യും ഒക്കെയാണ്. അപ്പോൾ ഈ നെയ്യൊക്കെ ഉള്ളിൽ കഴിച്ച് അതിന് എത്ര കാലത്തേക്ക് അതിൻ്റെ എഫക്റ്റ് ഉണ്ടാകും, അല്ലെങ്കിൽ നെയ്യ് ഈവൻ തർപ്പണം ചെയ്യുമ്പോൾ എന്താണ് അതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ, എങ്ങനെയാണ് ഈ നെയ്യ് പോയിട്ട് നമ്മുടെ ചെറുതായ ഐബോൾ അല്ലെങ്കിൽ ഷോർട്ടൻഡ് ആയിട്ടുള്ള ഐബോൾ അല്ലെങ്കിൽ ലെങ്തൻഡ് ആയിട്ടുള്ള ഐബോൾ ഇതിനെ എങ്ങനെയാണ് ഒരു മെക്കാനിക്കലി ഒരു കറക്ഷൻ തരുന്നതെന്നുള്ളത് അവർക്ക് പറയാൻ പറ്റുന്നില്ല, ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. സോ അവിടെ നടക്കുന്ന ഒരു ഹോളിസ്റ്റിക് ഹൈപ്പാണ്. അതായത് ഇത്തരം ഇതുകൊണ്ട് ഞങ്ങൾ ട്രീറ്റ് ചെയ്ത് എല്ലാം ശരിയാക്കുന്നു എന്നുള്ള ഒരു അവകാശവാദമായിട്ടാണ് നമുക്ക് തോന്നുന്നത്.
ഓക്കെ. ഡോക്ടർ, ഈ തർപ്പണത്തിൻ്റെ കാര്യം പറഞ്ഞില്ലേ, കണ്ണിൽ ഇങ്ങനെ ഒരു വെല്ല് പോലെ ഉണ്ടാക്കി അതിൽ മെഡിക്കേറ്റഡ് ഗീ ഒക്കെ ഒഴിക്കുന്ന ആ ഒരു പ്രോസസ്സ്. അപ്പോൾ ഞാൻ വായിച്ചിടത്തോളം എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ പറയുന്നത് ഇങ്ങനെ ചെയ്താൽ നറിഷ്മെൻ്റ് ഉണ്ടാവും എന്നാണ്. ഓപ്റ്റിക് നെർവിനൊക്കെ നറിഷ്മെൻ്റ് ഉണ്ടാവും, അതുവഴി ഇന്ന വേ വിഷന് ബെറ്റർ ആവും എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇത്രയും ലെയേഴ്സോടെ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു ഐയിൽ എക്സ്റ്റേണലി എന്തെങ്കിലും സബ്സ്റ്റൻസസ് ഒഴിക്കുന്നത് വഴി ഇൻറ്റേർണൽ സ്ട്രക്ചേഴ്സിനെ അത് ഏതെങ്കിലും രീതിയിൽ എഫക്റ്റ് ചെയ്യുമോ? കോർണിയ ഒരു വാസ്കുലാർ ടിഷ്യൂ ആണ്, വാസ്കുലാരിറ്റി ഇല്ല. അപ്പം ഇതിനകത്ത് ഈ നെയ്യ് ഒരു ലിപ്പിഡാണ്, നെയ്യ് എന്ന് പറയുന്ന ലിപ്പിഡാണ്. അപ്പോൾ ഇത്തരം സാധനങ്ങൾ, എണ്ണ, നെയ്യ്, ഇതെല്ലാം ഈവൻ നമ്മുടെ സ്കിന്നിൽ കൂടി എണ്ണ തേക്കുമ്പോൾ അബ്സോർപ്ഷൻ നടക്കുന്നുണ്ട്, ദർ ഈസ് അബ്സോർപ്ഷൻ. അതുപോലെ തന്നെ അത് കണ്ണിനകത്തും അബ്സോർപ്ഷൻ, ഈ ലിപ്പിഡ് സോളബിൾ ആയിട്ടുള്ള സാധനങ്ങൾ അകത്തോട്ട് കയറുന്നുണ്ടാകാം. അപ്പം പക്ഷേ ഈ ചെല്ലുന്ന നെയ്യ് അതിനെ ഫാഗോസൈറ്റോസ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്, അല്ലാതെ ഈ നെയ്യ് പോയിട്ട് നമ്മുടെ ശരീരത്തെ പുഷ്ടിപ്പെടുത്തുന്നു എന്ന് പറയാൻ ദർ ഇസ് നോ സയൻറ്റിഫിക് എവിഡൻസ്. ഒരു സ്ഥലത്തും ഒരു പഠനത്തിലും നെയ്യ് പോയി നമ്മുടെ മസിൽസിനെ ബലപ്പെടുത്തുന്നു അല്ലെങ്കിൽ ഒപ്റ്റിക് നെർവ് വരെ എത്തുന്നു. ഒപ്റ്റിക് നെർവ് എന്ന് പറയുന്ന ഏറ്റവും ഡീപ്പസ്റ്റ് ലെയറിൽ ഇരിക്കുവാണ്. അപ്പോൾ ഈ ഡീപ്പസ്റ്റ് ലെയർ ഇരിക്കുന്ന ഒപ്റ്റിക് നെർവിൽ ഈ നെയ്യ് ചെന്ന് അതിനെ ശുദ്ധീകരിക്കുന്നു, ഇതൊന്നും പറയാനായിട്ടുള്ള ദർ ഇസ് നോ എവിഡൻസ് അറ്റ് ഓൾ. ഒരു സയൻറ്റിഫിക് എവിഡൻസും ഇല്ല. അതുപോലെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമല്ലേ, ഇങ്ങനെ നെയ്യൊരു ലിപ്പിഡാണ് എന്ന് പറഞ്ഞു. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കണ്ണിലേക്ക് ഒഴിക്കുമ്പോഴത്തേക്കിനും ഇൻഫെക്ഷൻ ഉള്ള പോസിബിലിറ്റീസ് വളരെ കൂടുതലല്ലേ? അപ്പം അതിലെന്തെങ്കിലും ഡേഞ്ചറസ് തിങ് അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഇത് പ്യൂരിഫിക്കേഷനും അതിൻ്റെ പ്രോസസ്സും ഒക്കെ നടക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്നാലും നമുക്കറിയാം, ഇപ്പം തിരുപ്പതിയിൽ തന്നെ നെയ്യ് ഉപയോഗിച്ചു. അപ്പം 2.5 വർഷക്കാലം അവിടെ ഉപയോഗിച്ച നെയ്യിൽ അതിനകത്ത് പാലിൻ്റെ അംശം പോലും ഇല്ലായിരുന്നു എന്നാണ് ലാസ്റ്റ് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പം എസ്റ്റേഴ്സും പിന്നെ പാം ഓയിലും കണൽ ഓയിൽസും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് തിരുപ്പതിയിൽ ലഡ്ഡു ഉണ്ടാക്കിയിരുന്ന നെയ്യ് ഉൽപ്പാദിപ്പിച്ചിരുന്നതെന്നാണ് നമ്മൾ ലാസ്റ്റ് ഇപ്പോൾ കണ്ടെത്തിയപ്പോൾ. ഇത്തരം ഉണ്ടാക്കുന്ന നെയ്ക്കെല്ലാം ആരാണ് ക്വാളിറ്റി കൺട്രോൾ കൊടുക്കുന്നത് എന്ന് നമുക്കറിയത്തില്ല. അത് ക്വാളിറ്റി ഉള്ള നെയ്യാണോ യൂസ് ചെയ്യുന്നത്, അല്ല എന്നുള്ള, അങ്ങനെ ക്വാളിറ്റി ഇല്ലാത്തതാണ് അതിൻ്റെ പ്യൂരിറ്റി എന്ന് അളക്കാൻ പറ്റുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഇൻഫെക്ഷൻസിനുള്ള സാധ്യതകൾ കൂട്ടുന്നതായിരിക്കും. ഇപ്പം നെയ്യുടെ ക്വാളിറ്റി എൻഷുർ ചെയ്യുകയാണെന്ന് തന്നെ വെക്കട്ടെ, അങ്ങനെ ക്വാളിറ്റി, അതാണ് നമുക്ക് അടുത്ത് പറയാനുള്ളത്. ഈവൻ ഇനി ക്വാളിറ്റി അങ്ങനെ എൻഷുർ ചെയ്താൽ പോലും ഈ ഒഴിക്കുന്ന നെയ്യ് വാഷ് ഔട്ട് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മുടെ ഒരു ടിയർ ഫിലിം വരുന്നു, ടിയർ ഫിലിം 10 സെക്കൻഡ്സ് ആണ് നമ്മുടെ കണ്ണിൽ നിൽക്കുന്നത്. അത് കഴിയുമ്പോഴത്തേക്കും അത് വാഷ് ഔട്ട് ചെയ്ത് പോവുകയാണ്. ആ ടിയറിനൊപ്പം തന്നെ ഈ ഒഴിച്ച നെയ്യും പോവുകയാണ്. അത് എത്രത്തോളം അകത്തോട്ട് പോകുന്നു എന്നുള്ളതിന് അവർക്ക് എത്ര ക്വാണ്ടിറ്റി അല്ലെങ്കിൽ എത്ര സ്റ്റാൻഡേർഡ്സിൽ ഇതകത്ത് പോകുന്നു എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു സ്റ്റഡീസും പറയുന്നില്ല. ഇപ്പം നമ്മളിപ്പോൾ ഒരു മരുന്ന്, ഇംഗ്ലീഷ് മരുന്ന് കൊടുക്കുകയാണ്, 10 milligram ഓഫ് സ്റ്റാറ്റിൻ അല്ലെങ്കിൽ അറ്റോവാസ്റ്റാറ്റിൻ എന്ന് പറഞ്ഞ കൊളസ്ട്രോളിന് കൊടുക്കുന്ന മരുന്നാണ്. ആ 10 milligram സ്റ്റാറ്റിൻ കൊടുത്താൽ അതിൽ എത്ര milligram ഓഫ് സ്റ്റാറ്റിൻ നമ്മുടെ ശരീരത്തിൽ എത്തും എന്നുള്ളത് അതിൻ്റെ ബയോ അവൈലബിലിറ്റിയാണ്. ഈ ബയോ അവൈലബിലിറ്റി പറ്റി മോഡേൺ മെഡിസിൻ എല്ലാ മെഡിസിൻസിലും വളരെ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒഴിക്കുന്ന നെയ്യിൽ എന്താണ് അതിൻ്റെ ബയോ അവൈലബിലിറ്റി, അത് എത്ര അകത്ത് പോകുന്നു, നമ്മൾ എത്ര കിലോ നെയ്യ് ഒഴിക്കണം, 1 ലിറ്റർ ഒഴിക്കണോ, 5 ml ഒഴിക്കണോ, 10 ml ഒഴിക്കണോ, ഇതിനെപ്പറ്റിയൊന്നും ദർ ഇസ് നോ സ്റ്റാൻഡർഡൈസ്ഡ് പ്രോട്ടോകോൾസ്. എല്ലാ ഓൾ ട്രീറ്റ്മെൻറ്റ്സ് ആർ ഇൻഡിവിജ്വലൈസ്ഡ്. ഓരോ ആളിൻ്റെ അസുഖത്തിനനുസരിച്ച് അവരൊഴിക്കുന്ന നെയ്യും അത് കെട്ടി നിർത്തുന്ന സമയവും എല്ലാം വേരി ചെയ്യുന്നു എന്നുള്ളത് അവരുടെ തന്നെ പല സ്റ്റഡീസിലും പറഞ്ഞിരിക്കുവാണ്. ഇൻഫെക്ഷൻസിന് എന്തെങ്കിലും സാധ്യതയുണ്ടോ ഇങ്ങനെ സ്റ്റെറൈൽ അല്ലാത്ത സാധനങ്ങൾ യൂസ് ചെയ്യുമ്പോൾ? സ്റ്റെറിലിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുണ്ട്. അത് കൂടുതലായിട്ടും ഇൻഫെക്റ്റഡ് ഐയിലാണെങ്കിൽ അത് കൂടുതൽ സാധ്യതയാണ്. ഇപ്പം നമുക്ക് ഓൾറെഡി ഡാക്രിയോസിസ്റ്റൈറ്റിസ് എന്ന് പറഞ്ഞ കണ്ണിനകത്ത് ആക്ച്വലി കണ്ണുനീര് പോകുന്ന കണ്ണിൻ്റെ നെയ്സോറൽ ലാക്രിമൽ ഡക്റ്റ് വഴി മൂക്കിനുള്ളിലേക്കാണ് പോകുന്നത്. അപ്പം ഈ പാത്വേയിൽ എവിടെയെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ നമ്മളൊരു എക്സ്റ്റേണൽ സബ്സ്റ്റൻസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് കെട്ടി നിന്ന് നമുക്ക് കൂടുതൽ ദോഷങ്ങൾ ഉണ്ടാക്കാം. പക്ഷേ വൺസ് ഈ ടിയർ ഫിലിമും ഇതിൻ്റെ ഡ്രെയിനേജ് മെക്കാനിസംസും നോർമലായിട്ട് നടക്കുകയാണെങ്കിൽ ഓൾ ദി സബ്സ്റ്റൻസസ് മേ ഗോ ആൻഡ് വാഷ്ഡ് ഔട്ട്. അതുകൊണ്ടാണ് കണ്ണ് ആക്ച്വലി എല്ലാ സാധനത്തിനും ഇത് വാഷ് ഔട്ട് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. അപ്പം ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഐയിൽ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഫെക്ഷൻസിനുള്ള സാധ്യത കൂടുതലായിരിക്കും. ഈ ഐസ് ക്ലെൻസ് ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോൾ യൂഷ്വലി ഇവരിപ്പോൾ പറഞ്ഞല്ലോ നറിഷ്മെൻ്റ് ആണ് ഒരു സൈഡ് ഓഫ് ദിസ്, അതായത് ഇത് യൂസ് ചെയ്താൽ അല്ലെങ്കിൽ ഈ ട്രീറ്റ്മെൻറ്റ് എടുത്താൽ നറിഷ്മെൻറ്റ് സംഭവിക്കുമെന്ന് പറയും. അതുപോലെ പറയുന്ന ഒരു കാര്യമാണ് പ്യൂരിഫിക്കേഷൻ. അതായത് ഇത്തരം ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ഇന്നവേ പ്യൂരിഫൈ ചെയ്യും ഐസ്, അല്ലെങ്കിൽ ഇപ്പോൾ അഞ്ജനം പോലെയുള്ള സാധനങ്ങളൊക്കെ കണ്ണിൽ എഴുതി കഴിഞ്ഞാൽ കണ്ണ് പ്യൂരിഫൈഡ് ആവും എന്നൊക്കെയുള്ളത്. ശരിക്കും കണ്ണിനൊരു പ്യൂരിഫിക്കേഷൻ വേണോ?
സോ ഐ വോണ്ട് ടു സ്ട്രെസ് ദാറ്റ്, അത് പറയേണ്ടതാണ്. നമ്മുടെ കണ്ണുകൾക്ക് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു പ്യൂരിഫിക്കേഷൻ മെക്കാനിസംസും ആക്ച്വലി ആവശ്യമില്ല. കാരണം ടിയർ ഈസ് ദ ബെസ്റ്റ് പ്യൂരിഫൈങ് ഏജൻറ്റ്. കണ്ണുനീരാണ് ഏറ്റവും നല്ല പ്യൂരിഫൈങ് ഏജൻറ്റ്. കാരണം കണ്ണുനീരിന് തന്നെ 3 ലെയേഴ്സ് ഉണ്ട്. അതിന് ഏറ്റവും ഔട്ടർ ആയിട്ടുള്ള ഒരു ലിപ്പിഡ് ലെയർ, നടുക്കുള്ള ഒരു അക്വസ് ലെയർ, ഏറ്റവും ഉള്ളിലുള്ള മ്യൂക്കസ് ലെയർ. ഇതിൽ ഈ അക്വസ് ലെയറിൽ തന്നെ ലൈസോസൈംസ് എന്ന് പറയുന്ന സാധനങ്ങളും IgA, ഇമ്മ്യൂണോഗ്ലോബുലിൻസ് എല്ലാം ഉണ്ട്. ഇതിനെല്ലാം ഒരു ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. സോ ഇതൊരു, ഞാൻ പറഞ്ഞില്ലേ, 10 സെക്കൻഡ്സ് ആണ് നമ്മുടെ ഈ കണ്ണുനീരവിടെ നിൽക്കുന്നതെങ്കിൽ അത് വാഷ് ഔട്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. സോ നാച്ചുറലി ഇതിനൊരു ക്ലീനിങ് മെക്കാനിസം നമ്മുടെ കണ്ണുനീരിലൂടെ കൂടെ തന്നെയുണ്ട്. ഈ കണ്ണുനീര് ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ ലാക്രിമൽ ഗ്ലാൻസ് വഴിയാണ്. സോ ഒരു ഹെൽത്തി ലാക്രിമൽ ഗ്ലാൻസ് ഉള്ള ഒരു വ്യക്തിക്കും പ്രോപ്പറായിട്ടുള്ള ഒരു ഡ്രെയിനേജ് സിസ്റ്റം, കണ്ണുനീര് ഡ്രെയിൻ ചെയ്ത് പുറത്തു പോകാൻ പറ്റുന്ന നെയ്സൂർ ലാക്രിമൽ ഡക്റ്റുകളുള്ള ഒരു വ്യക്തിക്കും വേറൊരു എക്സ്റ്റേണൽ പ്യൂരിഫൈങ് ഏജൻസിൻ്റെയോ ഒരു ക്ലെൻസറിൻ്റെയോ ആവശ്യം സത്യത്തിൽ ശരീരത്തിനില്ല. ഇതിനോട് ചേർത്ത് ചോദിക്കാനുള്ള ഒരു കാര്യം, ഈ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നവരൊക്കെ പറയുന്ന ഒരു 3 കാര്യങ്ങൾ. 1 ഇസ് ഈ പറയുന്ന പോലെ നറിഷ്മെൻറ്റ്, പിന്നെ ഉള്ളത് പ്യൂരിഫിക്കേഷൻ, ആൻഡ് ദെൻ ദ അതർ 1 ഇസ് റീജനറേഷൻ. ഇതൊക്കെ യൂസ് ചെയ്യുന്നത് വഴി റെറ്റിനൽ ന്യൂറോൺസ് റീജനറേറ്റ് ചെയ്യും എന്നൊക്കെ പറയുന്ന കേസസ് ഉണ്ട്. ഇങ്ങനൊരു റീജനറേഷൻ പോസിബിൾ ആണോ ശരിക്കും? മോഡേൺ മെഡിസിൻ ഒരിക്കലും നെർവ്സിന് റീജനറേഷൻ എന്നൊരു പ്രോസസ്സ് ഇല്ലെന്നാണ് പറയുന്നത്. കാരണം വൺസ് ദ ന്യൂറോൺസ് ആർ ഡെഡ്, ദേ ആർ ഡെഡ്. പിന്നെ നമ്മൾ മോഡേൺ മെഡിസിനിൽ ന്യൂറോണൽ ഡിസീസസ് ഉണ്ട്. ഈവൻ ഒപ്റ്റിക് ന്യൂറൈറ്റിസ് അല്ലെങ്കിൽ ട്യൂമർ മൂലം വരുന്ന ഒപ്റ്റിക് ന്യൂറോപ്പതി, അതിനെ കംപ്രസീവ് ഒപ്റ്റിക് ന്യൂറോപ്പതി, ഇത്തരം അവസരങ്ങളിലേക്ക് നെർവസ് ഡിസോർഡേഴ്സ് തന്നെയാണ്. പക്ഷേ അവിടെ ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. കാരണം എന്തെന്ന് വെച്ചാൽ ആ ഒരു ഇൻഫ്ലമേഷൻ പ്രോസസ്സിനെ നമ്മൾ അതിൻ്റെ ഒരു നോർമൽ പാത്തിൽ കട്ട് ചെയ്യുന്നുണ്ട്. ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് അല്ലെങ്കിൽ ഡിസീസ് മോഡിഫൈങ് ഏജൻസ്, ഇമ്മ്യൂണോ മോഡുലേറ്റേഴ്സ്, ഇതെല്ലാം കൊടുത്ത്. പക്ഷേ ഒരു ഡെഡ് ന്യൂറോണിനെ നമുക്ക് ഒരിക്കലും തിരിച്ചുകൊണ്ടാൻ വരാൻ പറ്റത്തില്ല. വൺസ് ഈ കണ്ണിൻ്റെ സംബന്ധിച്ചാണെങ്കിൽ ഒപ്റ്റിക് ന്യൂറോപ്പതി വന്ന് ഒപ്റ്റിക് അട്രോഫി വന്ന ഒരു സിറ്റുവേഷനിൽ അട്രോഫിക് ആയിട്ടുള്ള ഒപ്റ്റിക് നെർവ്സിനെ മോഡേൺ മെഡിസിൻ കൺസെപ്റ്റ്സ് അനുസരിച്ചും ഇതുവരെയുള്ള റിസർച്ചസ് അനുസരിച്ചും ആ ഡെഡ് ന്യൂറോൺസ് വൺസ് ഇറ്റ് ഈസ് ഡെഡ്, ഇറ്റ് ഈസ് ഗോൺ. നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നത് സിക്ക് ന്യൂറോൺസിനെയാണ്. സിക്ക് ആയിട്ടുള്ള, അതായത് വൺസ് ഒരു ഡിമൈലിനേഷൻ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രോസസ്സിലോ അല്ലെങ്കിൽ ഈ ഒബ്സ്ട്രക്ഷൻ വന്ന് ജസ്റ്റ് കംപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന പ്രോസസ്സിലോ നമുക്കതിനെ അറസ്റ്റ് ചെയ്യാം യൂസിങ് മോഡേൺ മെഡിസിൻ. പക്ഷേ ആയുർവേദം അവകാശപ്പെടുന്ന പല ഒപ്റ്റിക് ന്യൂറൈറ്റിസിനും ഒപ്റ്റിക് ന്യൂറോപ്പതിക്കും എല്ലാം അവർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നു എന്നാണ്. ദർ ഇസ് നോ പബ്ലിഷ്ഡ് ഇൻ്റർനാഷണൽ ജേർണൽസിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള പയർ റിവ്യൂഡ് ആയിട്ടുള്ള റാൻഡമൈസ്ഡ് കൺട്രോൾ ഡബിൾ ബ്ലൈൻഡ് സ്റ്റഡീസ്. ഇതാണ് നമുക്കൊരു മെഡിസിന് വേണ്ടി ഉള്ളത്. അങ്ങനത്തെ ഒരു സ്റ്റഡീസും അവർക്ക് കാണിക്കാനായിട്ടില്ല. ഇപ്പം ഇതിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, അതായത് ഇപ്പോൾ നമ്മൾ മോഡേൺ മെഡിസിനിൽ ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് അത് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ, ക്ലിനിക്കലി അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ എന്തൊക്കെ ക്രൈറ്റീരിയ ആണ് നമ്മൾ ഫുൾഫിൽ ചെയ്യണം എന്ന് പറയാറുള്ളത്? മോഡേൺ മെഡിസിൻസ്, എല്ലാ മെഡിസിൻസും പ്രീ ക്ലിനിക്കൽ ആൻഡ് ക്ലിനിക്കൽ ട്രയൽസ് വഴിയാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പം പ്രീ ക്ലിനിക്കൽ ട്രയൽ എന്ന് പറഞ്ഞാൽ മെഡിസിൻ ഇങ്ങനെ ഒരു മോളിക്യൂൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നതും ആ സമയത്തുള്ള. പിന്നെ ക്ലിനിക്കൽ ട്രയൽസ് എന്ന് പറയുന്നത് 4 ഫേസസിലാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ഫേസ് 1, ഫേസ് 2, ഫേസ് 3, ഫേസ് 4. ഇതിൽ ഈ ഡബിൾ ബ്ലൈൻഡ് റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയൽസ് ആണ് ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളത്. അത് മൾട്ടി സെൻട്രിക് ആയിരിക്കും. അത് ലോകമൊട്ടാകമുള്ള പല സ്ഥലങ്ങളിൽ ഒരു വാസ്റ്റ് നമ്പർ ഓഫ് ആൾക്കാരിൽ ഡബിൾ ബ്ലൈൻഡ് ഇത് കണ്ട് ചെയ്യുന്ന ഡോക്ടറും അല്ലെങ്കിൽ റിസർച്ചർ ഹൂവർ ഇറ്റ് ഈസ് അവർക്കും ഇതിനെപ്പറ്റി അറിയത്തില്ല. അതുപോലെ തന്നെ ഇതിൽ പങ്കെടുക്കുന്ന രോഗിക്കും ഇതിനെപ്പറ്റി അറിയത്തില്ല. സോ അവിടെ നമ്മളൊരു ബയസ്, അതായത് നമ്മുടെ മനസ്സിൽ ഓൾറെഡി തോന്നുവാണ് ഈ മെഡിസിൻ ഇങ്ങനെ ആക്ട് ചെയ്ത് ഇതിന് ഇങ്ങനത്തെ ഗുണമുണ്ടാകും എന്ന് ഡോക്ടർക്ക് തോന്നിയാൽ ഡോക്ടർ കണ്ടുപിടിക്കുന്ന പല ഫൈൻഡിങ്സും അതിലേക്ക് കൊണ്ടുവരുന്ന രീതിയിലായിരിക്കും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളൊരു ഡബിൾ ബ്ലൈൻഡ് സ്റ്റഡി ഇതിൽ അഡ്വക്കേറ്റ് ചെയ്യുന്നത്. സോ ഇങ്ങനെയുള്ള സ്റ്റഡീസ് നടക്കെത്തിയിട്ട് മാത്രമാണ് എല്ലാ റിസർച്ച് മോളിക്യൂൾസും മോഡേൺ മെഡിസിൻ പുറത്തിറക്കുന്നത്. പക്ഷേ ആസ് വി ഗോ ത്രൂ ദ ലിറ്ററേച്ചർ വി ഹാവ് നെവർ, നമ്മൾ കണ്ടിട്ടില്ല ഒരു ആയുർവേദിക് മെഡിസിൻസും ഈ മൾട്ടി സെൻട്രിക് സ്റ്റഡീസ്. കാരണം മൾട്ടി സെൻട്രിക് സ്റ്റഡീസ് നടക്കത്തില്ല. കാരണം നമുക്ക് മോഡേൺ മെഡിസിൻ ലോകമൊട്ടാകമുള്ള പല സെൻറ്റേഴ്സിലാണ് സ്റ്റഡീസ് നടക്കുന്നതെങ്കിൽ ഇപ്പം നമ്മളൊരു ആയുർവേദ മെഡിസിനുമായിട്ട് വെസ്റ്റേൺ വേൾഡിൽ ചെന്നാൽ അവർ ഈ സ്റ്റഡീസിൽ കോപ്പറേറ്റ് ചെയ്യത്തില്ല. അവിടെ ഇത് കൊടുക്കാൻ അവരൊരു പക്ഷേ തയ്യാറാകത്തില്ല. അതുകൊണ്ട് തന്നെ ഡിഫറെൻറ്റ് എത്നിസിറ്റി, അല്ലെങ്കിൽ ഇപ്പം ബ്ലാക്സിൽ, വൈറ്റിൽ, യൂറോപ്യൻസ്, അങ്ങനെ പല രീതിയിലുള്ള ആൾക്കാരിൽ നമുക്ക് മെഡിസിൻസ് കൊടുക്കാൻ പറ്റുന്നില്ല. 2, നമ്മൾ ഈ മോഡേൺ മെഡിസിൻ കൊടുക്കുമ്പോൾ സ്റ്റഡീസിന് വേണ്ടി മോളിക്യൂൾസ് കൊടുക്കുമ്പോൾ പലപ്പോഴും
പ്ലാസിബോ, അതിൻ്റെ ഒരു ആമിൽ, അതിൻ്റെ ഒരു സ്റ്റഡി ആമിൽ ഒന്നുമില്ലാത്തൊരു മോളിക്യൂൾ വെച്ചാണ് ആൾക്കാർ സ്റ്റഡി ചെയ്യുന്നത്. പക്ഷേ ഈ ആയുർവേദിക് മെഡിസിൻസ് പലപ്പോഴും അത് മിക്സ്ചേഴ്സ് ആണ്, ഈ കോമ്പൗണ്ട്സിന് മണവും രുചിയും എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ അങ്ങനെ മരുന്ന് കൊടുക്കാത്ത ഒരു മെഡിസിൻ ഇല്ലാത്ത ഒരു സ്റ്റഡിയാകും അതിനവർക്ക് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഈ ഡബിൾ ബ്ലൈൻഡ് സ്റ്റഡീസ് ആർ നോട്ട് പോസിബിൾ. അപ്പം ആ ഉത്തരം ഒരു റിസർച്ച്. പിന്നെ ഫർദർ നമ്മളൊരു മെഡിസിൻ മാർക്കറ്റിൽ ഇറക്കി, വൺസ് ഇറ്റ് ഈസ് ഇൻട്രൊഡ്യൂസ് ഇൻ ടു ദ മാർക്കറ്റ്, ദർ ഈസ് അഗെയിൻ ദ ഫേസ് 4 സ്റ്റഡീസ് വേർ വി കണ്ടിന്യൂ, നമ്മൾ കണ്ടിന്യൂ ആണ് അതിൻ്റെ സൈഡ് ഇഫക്ട്സ് പ്രൊഫൈൽസ് എല്ലാം കണ്ടുപിടിക്കാൻ വേണ്ടി. അതുകൊണ്ടാണ് ഈവൻ വർഷങ്ങൾക്ക് ശേഷവും നമ്മൾ മാർക്കറ്റിൽ ഇറക്കിയ ഒരു മോളിക്യൂളിന് പിന്നീട് ഒരുപക്ഷെ പിൻവലിക്കുന്നുണ്ട്. ആക്ച്വലി ഇറ്റ് ഈസ് എ ഗുഡ് തിങ്. നമ്മളിപ്പം പറയുമായിരിക്കും അത് സൈഡ് ഇഫക്റ്റ് കൊണ്ടല്ലേ അത് പിന്നെ പിൻവലിച്ചെന്ന്. പക്ഷെ നമ്മൾ ആ സൈഡ് ഇഫക്റ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. ദാറ്റ് ഈസ് എ ഗ്രേറ്റ് തിങ്. കാരണം അതുകൊണ്ടാണ് റോസിഗ്ലിറ്റസോൺ എന്ന് പറഞ്ഞാൽ ഡയബറ്റീസിന് യൂസ് ചെയ്തിരുന്ന ഒരു മരുന്നാണ്. പിന്നീട് ഭാവിയിൽ റോസിഗ്ലിറ്റസോൺ കാർഡിയാക് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്, അത് ഹാർട്ട് ഫെയിലേഴ്സ് ഉണ്ടാക്കുന്നു എന്നുള്ളത് കൊണ്ട് റോസിഗ്ലിറ്റസോൺ വാസ് വിഡ്രോൺ ഫ്രം ദ മാർക്കറ്റ്. അപ്പോൾ അത്തരം ഇതനുസരിച്ച് നമ്മൾ എപ്പോഴും ഫർദർ ഏത് മരുന്ന് മാർക്കറ്റിൽ ഇറങ്ങിയാലും അത് ഫർദർ ഇറ്റ് ഈസ് അണ്ടർഗോയിങ് സ്റ്റഡീസ്. വീണ്ടും അത് പ്രാക്ടീസ് ചെയ്യുന്ന ക്ലിനീഷ്യൻസ് എപ്പോഴും തന്നെ അവരുടെ എന്തെങ്കിലും ഒരു അഡ്വേഴ്സ് കേസ് റിപ്പോർട്ട് കാണുവാണെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അത് ഇൻ്റർനാഷണൽ ജേർണൽസിൽ പബ്ലിഷ് ചെയ്ത് വരുന്നുണ്ട്. അതേപോലുള്ള ആൾക്കാർ അത് അവർ റിവ്യൂ ചെയ്യുന്നുണ്ട്, അവരുടെ ഒരു പോപ്പുലേഷനിൽ അവരത് വീണ്ടും അത് നോക്കുന്നുണ്ട്. സോ ഇറ്റ് ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. നിങ്ങൾക്ക് ഒരു തെറ്റ് ഉണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ആ തെറ്റിനെ തിരുത്തി ശരിയാക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ആ തെറ്റിനെ മോഡേൺ മെഡിസിൻ എപ്പോഴും അംഗീകരിക്കുന്നുണ്ട് ആൻഡ് ഇറ്റ് ഡൂസ് റെക്ടിഫിക്കേഷൻ ഫോർ ദാറ്റ് പ്രോസസ്. നമ്മൾ ഈ സ്റ്റഡീസിൻ്റെ കാര്യം പറയുമായിരുന്നല്ലോ, ആയുർവേദത്തിലും അവർക്ക് ഈ പറയുന്ന റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്, അവർ ആർട്ടിക്കിൾസ് പബ്ലിഷ് ചെയ്യുന്നുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള സ്റ്റഡീസിനെ എന്തുകൊണ്ടാണ് നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തത്? ആക്ച്വലി അതിനും ഞാനൊരു സ്ലൈഡ് വെച്ചിരുന്നു. നമ്മുടെ ആ നേരത്തെ പറഞ്ഞ ആ ഒരു സ്ലൈഡ് തന്നെയാണ്. ഇറ്റ് വാസ് എ കേസ് റിപ്പോർട്ട്. ആ കേസ് റിപ്പോർട്ടിൽ അവർ ഒരു പിന്നെ 6/36 വിഷനുള്ള മയോപ്പിക് ആള്, ആ ആളുടെ ഫസ്റ്റ് വിസിറ്റിൽ അവർ കാണിക്കുന്നുണ്ട് അതിൻ്റെ പിൻഹോൾ വിഷൻ. പിൻഹോൾ വിഷൻ എന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. നമ്മളൊരു ഗ്ലാസ്, അതായത് നടുക്കൊരു ചെറിയ ഓട്ടം മാത്രമുള്ള ഒരു ഗ്ലാസ് കണ്ണിൻ്റെ ഫ്രണ്ടിൽ ഇടുവാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ റിഫ്രാക്ഷൻ എന്ന് പറയുന്ന ഫിനോമിനൻ കൊണ്ടാണ് നമുക്ക് ഈ കാഴ്ചമംഗലം മയോപ്പിയ പോലും ഉണ്ടാകുന്നത്. അപ്പോൾ മയോപ്പിയയിൽ ഈ റേസ്, പെരിഫറിയിലുള്ള റേസും സെൻട്രൽ റേസും എല്ലാം കൂടി ചേർന്ന് കണ്ണിൻ്റെ റെറ്റിന, കാഴ്ച തരുന്ന റെറ്റിനയുടെ മുൻഭാഗത്ത് വന്ന് വീഴുന്നതാണ് അതിൻ്റെ പത്തോളജി. അപ്പോൾ പക്ഷേ എപ്പോഴും ഒരു സെൻട്രൽ റേ ഉണ്ട് എല്ലാ പ്രോസസ് ഓഫ് റിഫ്രാക്ഷനും. ഒരു ലൈറ്റ് വരുന്നതിൽ അതിൻ്റെ സെൻട്രൽ റേ വിൽ നെവർ അണ്ടർഗോ റിഫ്രാക്ഷൻ. അത് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് വന്ന് നമ്മുടെ ഫോവിയയിൽ വന്ന് വീഴും. അത് നമ്മുടെ ഐബോളിൻ്റെ സൈസ് എന്തോ ആയിക്കോട്ടെ, വെദർ ഇറ്റ് ഈസ് ഇലോങ്ങേറ്റഡ്, അത് വലുതായിക്കോട്ടെ ചെറുതായിക്കോട്ടെ ഓടിയിരുന്നോട്ടെ, ഈ ഒരു സെൻട്രൽ റേ നേരെ വന്ന് നമ്മുടെ റെറ്റിനയിൽ തന്നെ ഫോവിയ, കാഴ്ച തരുന്ന ഫോവിയയിൽ വീഴും. അപ്പോൾ നമുക്കൊരു ലെൻസ് വെച്ച് കാഴ്ച ശരിയാക്കാൻ പറ്റുന്ന ഒരു വ്യക്തി ഇനിയിപ്പം അവരതിൽ കാണിച്ചിരിക്കുന്ന സ്റ്റഡിയിൽ പറയുന്നത് എന്തെന്ന് വെച്ചാൽ, അവരുടെ ഫസ്റ്റ് സിറ്റിംഗ് കഴിഞ്ഞപ്പോൾ അയാൾക്ക് 6/12 ആയിരുന്നു പിൻഹോളിലെ വിഷൻ. അടുത്ത ഒരു തർപ്പണം കഴിഞ്ഞപ്പോൾ അത് 6/9 ആയി. അത് കഴിഞ്ഞപ്പോൾ അത് 6/6 ആയി. ഇത് വളരെ പിൻഹോൾ എന്ന് പറയുന്ന സാധനത്തിൻ്റെ പ്രിൻസിപ്പിൾ പോലും മനസ്സിലാക്കാതെ കുക്കപ്പ് ചെയ്ത ഒരു സ്റ്റഡി ആണെന്നുള്ളതാണ് അതിൻ്റെ അകത്ത് മനസ്സിലാക്കേണ്ടത്. കാരണം ഒരിക്കലും ആ സെൻട്രൽ റേ റിഫ്രാക്ട് ചെയ്യുന്നില്ല, ഇറ്റ് വിൽ ഫോൾ, അത് ഫോവിയിൽ തന്നെ വീഴും. അതുകൊണ്ട് ആദ്യ പ്രാവശ്യം തന്നെ ആ ആള് വരുമ്പോൾ അവർക്ക് വിഷൻ കിട്ടുമെങ്കിൽ അത് പിൻഹോൾ വിഷൻ 6/6 തന്നെ ആയിരിക്കണം. സോ ഇവിടെ നമ്മൾ ഇത്തരം സ്റ്റഡീസ് കാണിച്ച് നമ്മളെ പറ്റിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഗ്രേഡഡ് ആയിട്ട് ഓരോ സിറ്റിങ്ങും ഓരോ ട്രീറ്റ്മെൻറ്റും കഴിയുമ്പോൾ പിൻഹോൾ വിഷൻ ഇംപ്രൂവ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള ഒപ്റ്റിക്സ് മനസ്സിലാക്കി. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും, പിൻഹോൾ ഇട്ട് കഴിഞ്ഞാൽ ആ സെൻട്രൽ റേ നേരെ വന്ന് വീഴുവാണ് ചെയ്യുന്നത്. അവിടെ 6/6 വിഷൻ കിട്ടണം. ഒരു ഒഫ്താൽമോളജി മോഡേൺ ക്ലിനിക്കിൽ വരുന്ന ഒരു രോഗിക്ക് കണ്ണാടി വെച്ചാൽ കറക്ഷൻ കിട്ടുമോ എന്ന് നമ്മൾ ആദ്യം നോക്കുന്നത് ഈ പിൻഹോൾ ഇട്ടാണ്. സോ കണ്ണാടി വെച്ചാൽ, അതായത് 6/36 കിട്ടുന്ന ആൾക്കും ഫസ്റ്റ് റിവ്യൂവിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ഇതിൽ തന്നെ 6/6 കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇയാൾക്ക് കണ്ണാടി വെച്ച് കറക്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ അയാളുടെ റെറ്റിന അല്ലെങ്കിൽ കാഴ്ച കിട്ടുന്ന മാക്യുല ഇതിൽ എന്തെങ്കിലും പത്തോളജി ഉള്ളത് കൊണ്ടാണ് അത് കുറഞ്ഞിരിക്കുന്നത്, 6/12 ഒക്കെ ആകുന്നത്. പക്ഷേ ഇവരുടെ സ്റ്റഡി പബ്ലിഷ് ചെയ്യുന്ന ഈ കേസ് റിപ്പോർട്ട് ഇതുപോലെയാണ് കാണിക്കുന്നത്, 6/12 അങ്ങനെ ഗ്രേഡഡ് ആയിട്ട് പോകുന്നു. അപ്പം അതുകൊണ്ട് അവർ റിസർച്ചസ് നടത്തുന്നുണ്ടാകാം, പബ്ലിഷ് ചെയ്യുന്നുണ്ടാകാം, പക്ഷെ അതിൻ്റെ വാലിഡിറ്റിയെ പറ്റി നമുക്ക് പറയാൻ പറ്റത്തില്ല.
പിന്നെ ഈ പറയുന്ന ഒരു റിസർച്ചസും ഒരു ഇൻ്റർനാഷണൽ ജേർണൽസ്, അതായത് നമുക്ക് വെളിയിൽ ഈവൻ അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ ജേർണൽസ് ഉണ്ട്, അങ്ങനത്തെ ഒരു ജേർണൽസിലും അവർ പബ്ലിഷ് ചെയ്ത് കാണുന്നില്ല. കാരണം അങ്ങനെയുള്ള ജേർണൽസിൽ പബ്ലിക്കേഷൻസിൽ കൊടുത്താൽ മാത്രമേ ദർ ഇസ് എ പയർ റിവ്യൂ എന്ന് പറയും. പിയർ റിവ്യൂ ഇല്ലാത്ത ഒരു ആർട്ടിക്കിൾസ്, പിയർ റിവ്യൂ എന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് ആയിട്ട് ഇതേ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഇതേ കാര്യത്തെ അവരുടെ സിറ്റുവേഷനിൽ അവർ പഠിക്കുവാണ്. ഇവർ യൂസ് ചെയ്ത മെത്തഡോളജി, ഇവർ യൂസ് ചെയ്ത ട്രീറ്റ്മെന്റ് മൊഡാലിറ്റീസ് എല്ലാം പഠിക്കുവാണ്. അപ്പൊ അത് പുറത്തേക്ക് വിടാതെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു പിയർ റിവ്യൂവിന് കൊടുക്കാതെ ഇങ്ങനെ വരുന്ന സ്റ്റഡീസ് അവകാശവാദങ്ങൾ മാത്രമായിട്ടേ നമുക്ക് അതിനെ കാണാൻ പറ്റുള്ളൂ. അവകാശവാദത്തെ അപ്പുറത്തെ വീട്ടിലുള്ള ആൾക്ക് എനിക്ക് മരുന്ന് കഴിച്ച് മാറി, അല്ലെങ്കിൽ ഇപ്പുറത്തെ ഷീലയ്ക്ക് മാറി, ഇതൊന്നും ഒരിക്കലും ഒരു എവിഡൻസ് അല്ല. ദർ ഷുഡ് ബി എ ക്ലിയർ കട്ട് എവിഡൻസ് ദാറ്റ് ദിസ് മെഡിസിൻ വിൽ ആക്ട് ഫോർ എവറി പേഴ്സൺ എവ്രിവെയർ. നമ്മൾ സാധാരണ മോഡേൺ മെഡിസിൻ ഒരു മോളിക്യൂൾ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ഐഡൻറ്റിഫൈ ചെയ്താൽ അവിടെ നമ്മൾ ഈ ഒബ്സർവേഷൻ ഉണ്ടാകുന്നു, അടുത്ത സ്റ്റേജിൽ അത് എക്സ്പെരിമെൻറ്റേഷനിലേക്ക് പോകുന്നു, നെക്സ്റ്റ് തിയറി ഫോർമുലേറ്റ് ചെയ്യുന്നു, അത് കഴിഞ്ഞാൽ അത് ആ തിയറി വെച്ച് അത് ഈ പറഞ്ഞ തിയറിയും അല്ലെങ്കിൽ ഇതിൻ്റെ പോസ്റ്റ്ലേറ്റ്സ് എല്ലാം റീപ്രൊഡ്യൂസിബിലിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം, അടുത്ത ഫാൾസിഫയബിലിറ്റി. ഇത് എല്ലാ ക്രൈറ്റീരിയസും സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഒരു സ്റ്റഡി പൂർണ്ണമാകത്തുള്ളൂ. പക്ഷേ ഈ പറഞ്ഞ ആയുർവേദിക് മെഡിസിൻസ് എല്ലാം ഈ റീപ്രൊഡ്യൂസിബിലിറ്റിയും ഫോൾസിബിലിറ്റിയും ലാക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ഒരേ മെഡിസിൻ ഒരേ ആളിൽ അല്ലെങ്കിൽ മറ്റൊരാളിൽ ഉപയോഗിക്കുമ്പോൾ സെയിം എഫക്റ്റ് കിട്ടണം. നമ്മൾ കണ്ണട ഈ ഡയോപ്റ്റേഴ്സ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന -2 ഗ്ലാസ്, ആ -2 ഗ്ലാസ് ഈ ലോകത്തിന്റെ ഏത് ഭാഗത്തും -2 ഡയോപ്റ്റേഴ്സ് ഡിഫക്റ്റ് ഉള്ള മയോപ്പിക് ആളിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാക്റ്റ് ആയിട്ടുള്ള സെയിം റിസൾട്ട് തന്നെ കിട്ടും. പക്ഷേ ഇവിടെ ഈ കോക്ടെയിൽ ഓഫ് ട്രീറ്റ്മെന്റ് യൂസ് ചെയ്യുന്നവർ ഈ നസ്യവും അല്ലെങ്കിൽ ചൂർണവും എല്ലാം യൂസ് ചെയ്യുന്നു. അതേ ചൂർണം അവർക്ക് വേറൊരാളിൽ യൂസ് ചെയ്യുമ്പോൾ സെയിം റിസൾട്ട് അല്ല കിട്ടുന്നത്. ദാറ്റ് മീൻസ് ഇറ്റ് ലാക്സ് റീപ്രൊഡ്യൂസിബിലിറ്റി. പിന്നെ ഫോൾസിഫയബിലിറ്റി, ഒരു പഠനം തെറ്റാണ് എന്ന് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് അതിനുള്ള റിസർച്ചും വേണം. പക്ഷേ ഇവിടെ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ എങ്ങനെയാണ് ഈ പറയുന്ന മരുന്നുകൾ ആക്ട് ചെയ്യുന്നതെന്ന് മോസ്റ്റ് ഓഫ് ദ ടൈം അവർക്ക് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് തെറ്റാണെന്നുള്ളത് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഒരു മോളിക്യൂൾ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത് കൊടുത്തു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് ഇന്നതാണ് മോളിക്യൂൾ, അത് ഇന്ന സ്ഥലത്ത് ആക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ മാത്രമേ നമുക്ക് അതേ സാധനം ഇത് തെറ്റാണ്, നിങ്ങൾ ഈ പറയുന്ന തെറ്റാണ് എന്ന് പബ്ലിഷ് ചെയ്യാൻ പറ്റും. അത്തരം ഒരു ക്രെഡിബിൾ ആയിട്ടുള്ള ഇത് ശരിയാണ് എന്ന് പറയുന്നതിലുള്ള ക്രെഡിബിലിറ്റിയും പൂർണ്ണമായിട്ട് അവർക്ക് തരാൻ പറ്റുന്നില്ലെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. മോഡേൺ മെഡിസിൻ്റെ ഡയഗ്നോസ്റ്റിക് മെത്തേഡ്സ് തന്നെയാണോ ഇവർ ഫോളോ ചെയ്യുന്നത്? സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഇൻ്റഗ്രേറ്റ് ചെയ്ത സ്റ്റഡീസ് 1970 ഇറങ്ങിയതിന് ശേഷം ഇവർ ആയുർവേദിക് മെഡിസിൻ്റെയും ഹോമിയോ മെഡിക്കൽ സ്റ്റഡീസിൻ്റെയും എല്ലാം കരിക്കുലം അവർ യൂണിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു അസുഖത്തിൻ്റെ ഇറ്റിയോളജി, അതിൻ്റെ കാരണം എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ ഡയഗ്നോസിസിന് വേണ്ടി ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റ്സ്, ഇതെല്ലാം യൂണിഫൈ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ആയുർവേദത്തിലും മോഡേൺ മെഡിക്കൽ ടെക്നിക്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതായത് വിഷൻ നോക്കുന്നതിന് നമ്മുടെ ഒപ്റ്റോമെട്രിസ്റ്റ് തന്നെയാണ് നോക്കുന്നത്, സ്നെൽ ആൻഡ് സ്റ്റാർട്ട് ഉപയോഗിച്ച് തന്നെയാണ് അവർ വിഷൻ നോക്കുന്നത്. അതുപോലെ തന്നെ ബാക്കിയുള്ള ഡയഗ്നോസ്റ്റിക് എക്യുപ്മെൻറ്റ്സ്, ഈവൻ ഫണ്ടസ് ക്യാമറ, ഒപ്റ്റിക്കൽ കൊഹിയറൻസ് ടോമോഗ്രഫി എന്ന് പറയുന്ന ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നമ്മൾ CT സ്കാൻ എടുക്കുന്ന പോലെ അല്ലെങ്കിൽ MRI സ്കാൻ എടുക്കുന്നത് പോലെ നമ്മുടെ കണ്ണുകളുടെ ലെയേഴ്സിനെ നമുക്ക് സ്കാൻ ചെയ്തെടുക്കാൻ പറ്റും. റെറ്റിനയുടെ ലെയേഴ്സിനെ 10 ലെയേഴ്സ് റെറ്റിനയിലുണ്ട്, ആ ഓരോ ലെയറിനെയും നമുക്ക് ഈ OCT സ്കാൻ ഉപയോഗിച്ച് സ്കാൻ ചെയ്യാൻ പറ്റും. ഇതെല്ലാം തന്നെ ആയുർവേദം യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ഈ ഡയഗ്നോസ്റ്റിക് സെയിം മൊഡാലിറ്റീസ് തന്നെ അവർ യൂസ് ചെയ്യുന്നുണ്ട്. പ്രഷർ മെഷർ ചെയ്യാനായിട്ട് അവരും അപ്ലനേഷൻ ടോണോമെട്രി യൂസ് ചെയ്യുന്നുണ്ട്, കണ്ണിൽ ഉപയോഗിക്കുന്ന സ്ലിറ്റ് ലാമ്പ് യൂസ് ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ആഫ്റ്റർ ഓൾ ആ ഡയഗ്നോസിസ് വരെ എത്തുന്നുണ്ട്. പക്ഷെ ആ ഡയഗ്നോസിസിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് അവിടെ പ്രശ്നം ആരംഭിക്കുന്നത്. അവർ നേരെ അത് വാദം, കഫം, പിത്തം ഇതിലോട്ട് അട്രിബ്യൂട്ട് ചെയ്യുന്നു. ഈ ഒരു പ്രശ്നത്തെയാണ് ഇതാണ് അവിടുത്തെ സങ്കീർണത. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മയോപ്പിയ ആൻഡ് ഹൈപ്പർമെട്രോപ്പിയ ഇത് രണ്ടും ഉണ്ട്. പക്ഷേ ഈ മയോപ്പിയ അവരെ ക്ലാസിഫൈ ചെയ്യുന്നത് വാദസംബന്ധമായ അസുഖമായിട്ടും ഹൈപ്പർമെട്രോപ്പിയ പിത്ത സംബന്ധമായ അസുഖമായിട്ടുമാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. നമ്മളിപ്പം നേരത്തെ കണ്ടു ഒരേ ഒപ്റ്റിക്കൽ ഫിനോമിന, അതായത് കണ്ണിൽ പെരിഫറിയിൽ നിന്നും വരുന്ന റേസ് എല്ലാം റിഫ്രാക്ട് ചെയ്ത് കണ്ണിൻ്റെ മുൻവശത്ത് വീഴുമ്പോൾ അത് മയോപ്പിയും ബാക്കിൽ വീഴുമ്പോൾ അത് ഹൈപ്പർമെട്രോപ്പി ആവുന്നു. ഡ്യൂ ടു ദ ഡിഫറൻസ് സൈസ്, ഐബോളിൻ്റെ സൈസിലുണ്ടാകുന്ന വ്യത്യാസം അല്ലെങ്കിൽ ലെൻസിൻ്റെ കർവേച്ചറിൽ ഉണ്ടാകുന്ന വ്യത്യാസം. അപ്പോൾ ഇങ്ങനെ ഒരേ ഒപ്റ്റിക്കൽ ഫിനോമിനയിൽ വരുന്ന രണ്ട് അസുഖത്തെ എങ്ങനെയാണ് വാദമായിട്ടും പിത്തമായിട്ടും ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത്? അവിടെയാണ് അതിൻ്റെ
ഒരു ഫാലസി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഡിഫറൻസ് ഇൻ ഒപ്പീനിയൻ വരുന്നത്. കാരണം അവിടെ വെച്ച് അവരുടെ ആ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഇത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം ഇവർ നേരെ പോയിട്ട് വാദം എന്ന് പറഞ്ഞാൽ മൂവ്മെൻറ്റ്സ്, അത് ആക്ച്വലി എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഈ വർഷങ്ങൾക്ക് മുന്നേ ചരകനും സുശ്രുതനും ഒക്കെ 2500 വർഷങ്ങൾക്ക് മുൻപേ ഉണ്ടാക്കി വെച്ച സിംറ്റംസിനെ ഇപ്പോൾ കിട്ടുന്ന ഡയഗ്നോസിസിലേക്ക് അവർ കൊണ്ടെത്തിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് ഈ വാദത്തിലേക്കും പിത്തത്തിലേക്കും പോകേണ്ടി വരുന്നത്. കാരണം വാദം എന്ന് പറയുമ്പോൾ അവർ കണ്ടുപിടിച്ചു മൂവ്മെൻറ്റ്സ് ഉണ്ടാക്കുന്ന അസുഖം, മൂവ്മെൻറ്റ്സിന് പ്രോബ്ലം ഉണ്ടാക്കുന്നത്, ഡീജനറേറ്റീവ് ആയിട്ടുള്ള പ്രോസസ്സ്, ഇതെല്ലാം വാദസംബന്ധവും, സ്ട്രെയിൻ ഉണ്ടാക്കുന്നത്, ഹെഡ് ഏക്സ് ഉണ്ടാക്കുന്നത്, ശരീരത്തിൻ്റെ ചൂട് കൂട്ടുന്നത്, ഇതെല്ലാം പിത്തസംബന്ധവും. സോ ഈ മയോപ്പിയ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കണ്ണിൻ്റെ സൈസ്, ഐബോളിൻ്റെ സൈസ് കൂടുന്നതുകൊണ്ട് പലപ്പോഴും നമ്മൾ ഫണ്ടസ് എടുത്തു നോക്കുക, ഫണ്ടസ് എക്സാമിൻ ചെയ്യുമ്പോൾ അവിടെ ഒരു ഡീജനറേഷനാണ് ഉണ്ടാകുന്നത്. കാരണം കണ്ണിങ്ങനെ വലുതാവുകയാണ്, കണ്ണ് വികസിച്ച് വരുവാണ്, അതനുസരിച്ച് ഇതൊരു അരിപ്പ പോലെ നമ്മുടെ റെട്ടിനെ ഇങ്ങനെ വലുതായി വിരിഞ്ഞ് വരുവാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ഡീജനറേറ്റീവ് ചേഞ്ചസ് കാണാൻ പറ്റുന്നുണ്ട്. മയോപ്പിയയിൽ കൂടുതലായിട്ടുള്ള മയോപ്പിയയിൽ ഡീജനറേഷൻസ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അവർ നാച്ചുറലി ഈ ഡീജനറേഷനെ വാദമായിട്ട് അട്രിബ്യൂട്ട് ചെയ്യുന്നു. അതേസമയം ഹൈപ്പർ മെട്രോപ്പിയയിൽ ഐബോണിൻ്റെ സൈസ് ചെറുതാകുന്നില്ല, അതുകൊണ്ട് അവിടെ ഡീജനറേറ്റീവ് ചേഞ്ചസ് ഫണ്ടസിൽ കാണാൻ പറ്റുന്നില്ല. കൂടുതലായിട്ട് ഹൈപ്പർ മെട്രോപ്പിക് ഇൻഡിവിജ്വൽസിന് ഹെഡ് ഏക്ക് പോലുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്നു. സോ അതിനെ പിത്തസംബന്ധമായിട്ട് ഐ സ്ട്രെയിൻ ആട്രിബ്യൂട്ട് ചെയ്യുന്നു. ആക്ച്വലി അതൊരു അപൂർണ്ണമായിട്ടുള്ള അസംബന്ധമാണ്. കാരണം എന്തെന്ന് വെച്ചാൽ അങ്ങനെ വാദവും പിത്തമായിട്ടില്ല, നമുക്ക് ഇന്ന് അതിൻ്റെ ഓപ്റ്റിക്സ് പൂർണ്ണമായിട്ടും അറിയാം, വാട്ട് ഈസ് ഹാപ്പനിങ്, ഇതിൽ രണ്ടിലും എന്താണ് സംഭവിക്കുന്നതെന്ന്. അപ്പം നമ്മൾ ഇപ്പോഴും പഴയ വാദവും പിത്തവുമായിട്ട് പോയി ഇതിനൊരു കോക്ടെയിൽ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഐ നറിഷ്മെൻറ്റ് ഈ രീതിയിലേക്ക് പോകുന്നതിലാണ് ഇതിൻ്റെ തെറ്റ്. എനിക്ക് തോന്നുന്നു ഇന്ന് അന്ധതയ്ക്ക് ഏറ്റവും കൂടുതൽ കാരണമായിക്കൊണ്ടിരിക്കുന്ന ഒരു അസുഖമാണ് കാറ്ററാക്ട്. അപ്പോൾ കാറ്ററാക്ട് പോലത്തെ രോഗങ്ങളെ എങ്ങനെയാണ് മോഡേൺ മെഡിസിൻ ഡീൽ ചെയ്യുന്നതും അതുപോലെ തന്നെ ഇതര വൈദ്യങ്ങൾ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? മോഡേൺ മെഡിസിൻ നമ്മൾ കാണുന്ന കാറ്ററാക്ട് എന്ന് പറയുന്ന രോഗത്തിന് ഈ ഒരു അബ്സല്യൂട്ട് ആയിട്ടുള്ള അപ്രോച്ചാണ് എടുക്കുന്നത്. നമ്മൾ ഒരിക്കലും അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നില്ല കാറ്ററാക്റ്റിനെ നമുക്ക് പിടിച്ചു നിർത്താം, അല്ലെങ്കിൽ കാറ്ററാക്ട് വരുന്നത് നമുക്ക് തടയാൻ പറ്റും, പ്രോഗ്രസ് അറസ്റ്റ് ചെയ്യാൻ പറ്റും, ഒന്നുമില്ല. മോഡേൺ മെഡിസിൻ ആക്ച്വലി കാറ്ററാക്റ്റിനെ ട്രീറ്റ് ചെയ്ത് ശരിയാക്കുകയല്ല ചെയ്യുന്നത്. മോഡേൺ മെഡിസിൻ ഡോസ് സർജറി ചെയ്ത് ഹാർഡായിട്ടുള്ള കാറ്ററാക്ടസ് ലെൻസിനെ എടുത്തു മാറ്റുകയാണ് ചെയ്യുന്നത്. വേറെ ആയുർവേദത്തിൽ അവരെപ്പോഴും അവകാശപ്പെടുന്നുണ്ട്, ആയുർവേദത്തിൽ പഠിക്കുന്ന അവർ മോഡേൺ മെഡിസിൻ പോലെ തന്നെ പഠിക്കുന്നുണ്ടെങ്കിലും അവരെ സർജറി ചെയ്യാൻ അനുവദിക്കാത്തത് കൊണ്ടാണ് അവർക്കിതെല്ലാം കറക്റ്റ് ചെയ്യാൻ പറ്റാത്തതെന്ന്. പക്ഷേ അതിലുള്ള ഒരു വലിയ പ്രോബ്ലം, സർജറി കൊടുക്കുമ്പോൾ നമ്മൾ അനസ്തീഷ്യ കൊടുക്കണം. ഡെഫിനറ്റ്ലി അനസ്തീഷ്യ ഇല്ലാതെ നമുക്ക് ഒരു സർജറീസും കൊടുക്കാൻ പറ്റില്ല. അനസ്തീഷ്യ കൊടുക്കുമ്പോൾ നമ്മൾ മോഡേൺ മെഡിസിൻ ഡ്രഗ്സ് തന്നെ ഉപയോഗിക്കണം. പിന്നെ പോസ്റ്റ് സർജറി കെയറിന് നമ്മൾ മോഡേൺ മെഡിസിൻ ആൻറ്റിബയോട്ടിക്സോ അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക് ഡ്രോപ്സോ കൊടുക്കണം. കാരണം ആയുർവേദത്തിൻ്റെ ഇലയും പച്ചിലയൊക്കെ ഒഴിച്ച് അതിനുശേഷം എന്തെങ്കിലുമൊക്കെ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. സോ ഇത്രയും പഠിച്ച് ബാക്കിയെല്ലാം വാദവും പിത്തവും കഫവുമായിട്ട് ആട്രിബ്യൂട്ട് ചെയ്തിട്ട് അനസ്തീഷ്യ ഡ്രഗ്സ് കൊടുക്കാൻ മോഡേൺ മെഡിസിനെ കൂട്ടുപിടിക്കാൻ പറ്റത്തില്ല. അതിലും അവർ പറയുന്നത് ഞങ്ങൾ അതിന് തയ്യാറാണ്, പക്ഷെ മോഡേൺ മെഡിസിൻ നമുക്കത് മെഡിസിൻസ് വിട്ടുതരാൻ തയ്യാറില്ല. അവിടെ നമുക്ക് മോഡേൺ മെഡിസിൻ കൊടുക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ഒരു ശാഖയുടെ ആവശ്യമില്ല, യു ടേക്ക് ഇറ്റ് ആസ് മോഡേൺ മെഡിസിൻ ഉള്ളി. അപ്പോൾ അവിടെ വെച്ച് ഇവർക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ആയുർവേദം ഇങ്ങനെ ഒരു കൺസെപ്റ്റ് കൊടുക്കുന്നത്. അതിലും അവരുടെ ടെക്സ്റ്റ് ബുക്സിലെല്ലാം ആദ്യ സ്റ്റേജ് ഓഫ് കാറ്ററാക്ട് ഇതിനെ ട്രീറ്റ് ചെയ്യുന്നതാണ്. വൺസ് അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞാൽ ട്രീറ്റ് ചെയ്യുന്ന അവർ അവകാശപ്പെടുന്നില്ല. പക്ഷേ ഈ ആദ്യ സ്റ്റേജിലെ കാറ്ററാക്ട് പോലും ട്രീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് മുടി നരയ്ക്കുന്നത് പോലെ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള മറ്റ് ഏജിങ് പ്രോസസ്സ് പോലെ തന്നെയാണ് കാറ്ററാക്റ്റും. ലെൻസ് ബിക്കംസ് ക്ലൗഡി, ഒപ്പേക്ക്. ആ ഒപ്പേക്ക് ആയിട്ടുള്ള ലെൻസിൽ കൂടെ ഒരിക്കലും ലൈറ്റ് റേസ് പാസ് ചെയ്യത്തില്ല. ആ ഒപ്പാസിറ്റിയെ എടുത്തു കളയുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. മോഡേൺ മെഡിസിൻ വളരെ ആക്യുറേറ്റ് ആൻഡ് പ്രിസൈസ് ആയിട്ടുള്ള ഒരു സർജിക്കൽ ടെക്നോളജി ഉപയോഗിച്ചാണ് കാറ്ററാക്ട് ഡീൽ ചെയ്യുന്നത്. ഫെക്കോ ഇമൾസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് വെരി സിമ്പിൾ. ഒരു 5 മിനിറ്റ് മാത്രം നിൽക്കുന്ന ഒരു സ്റ്റെപ്പാണ്. അവിടെ നമ്മൾ അൾട്രാസോണിക് സൗണ്ട് വേവ്സ് ഉപയോഗിച്ച് ഈ ഒപ്പേക്ക് ആയിട്ടുള്ള ലെൻസിനെ പൊടിച്ച് വലിച്ചെടുത്ത് കളഞ്ഞതിന് ശേഷം പകരം ലെൻസ് സിലിക്കൺ അല്ലെങ്കിൽ PMMA ലെൻസ് ഇംപ്ലാന്റ് ചെയ്യുന്നു. ഈ പകരം വെക്കുന്ന ലെൻസിൻ്റെ ബ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ IOL ബയോമെട്രി ഈ ലെൻസിൻ്റെ പവർ കാൽക്കുലേറ്റ് ചെയ്യും, കോർണിയയുടെ തിക്നെസ് മെഷർ ചെയ്യുകയൊക്കെ ചെയ്യുന്നത് വെച്ച് നമ്മൾ നേരത്തെ യൂസ് ചെയ്യുന്ന എല്ലാ സ്പെക്ടക്കിൾസിനെയും ഒഴിവാക്കുന്ന രീതിയിൽ നമുക്കിന്ന് മോഡേൺ മെഡിസിൻ വെച്ച് കാറ്ററാക്റ്റിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഈവൻ ആസ്റ്റിഗ്മാറ്റിസം, നിങ്ങൾക്ക് നേരത്തെ ആസ്റ്റിഗ്മാറ്റിസം ഉണ്ടെങ്കിൽ നമുക്ക് ടോറിക് ലെൻസ് കൊടുത്ത് ആസ്റ്റിഗ്മാറ്റിക് ആക്സിസിനെ കറക്റ്റ് ചെയ്യാം. നമുക്ക് പ്രസ്ബയോപ്പി അല്ലെങ്കിൽ വെള്ളെഴുത്തുണ്ടെങ്കിൽ അതിൻ്റെ മൾട്ടിഫോക്കൽ ലെൻസ്, അതായത് ഒരു സൈഡിലേക്ക് നിങ്ങൾക്ക് ദീർഘദൃഷ്ടിയും ആ ലെൻസിൻ്റെ ഒരു ഭാഗത്ത് ഹ്രസ്വദൃഷ്ടിയുമുള്ള മൾട്ടിഫോക്കൽ ലെൻസ്. അപ്പോൾ ഇന്ന് മോഡേൺ മെഡിസിൻ എത്തിയിരിക്കുന്ന കാറ്ററാക്ട് സർജറിയിൽ ടോറിക് മൾട്ടിഫോക്കൽ ലെൻസ് ഉപയോഗിച്ച് കാറ്ററാക്ട് റിമൂവ് ചെയ്ത് ന്യൂ ലെൻസ് റീപ്ലേസ് ചെയ്യാന്നുള്ളതാണ്. അതിൻ്റെ ആ ഒരു പ്രിസിഷൻ മാത്രമല്ല, ആക്യുറസി, എത്രയും പെട്ടെന്ന് നമുക്ക് ചികിത്സ കിട്ടുവാണ്. നമുക്ക് ഒരു കാറ്ററാക്ട് വന്നു, അതിന് 10-90 ദിവസം, 1.5 മാസം, 2 മാസം
മാസം നീളുന്ന ഒരു ചികിത്സ എടുത്തുകൊണ്ടിരിക്കാൻ ഇന്നത്തെ ഫാസ്റ്റ് വേൾഡിൽ ഒരു രോഗത്തിനും നമുക്ക് അതിൻ്റെ പുറകെ പോകാനായിട്ട് ആർക്കും സമയമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഒരു ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു റിലീഫാണ് വേണ്ടത്. അത് നമ്മൾ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് ട്രീറ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷനെ നമ്മൾ 3 മാസം കൊണ്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന പബ്ലിക് ഇഷ്യൂസ്, ആ പബ്ലിക് ഹെൽത്ത് ഇഷ്യൂസിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യണം. കാരണം ആ രോഗിക്ക് പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു ലൈഫ് ഈ 3 മാസവും ലീഡ് ചെയ്യാൻ പറ്റുന്നില്ല. അൾട്ടിമേറ്റ് ഫലമായിട്ട് അവരുടെ അസുഖവും മാറുന്നില്ല. സോ ഇതിൻ്റെ ആക്ച്വലി ഇത് നമ്മുടെ ഈ സെഷൻ എന്ന് പറയുന്നത് ഒരു ഫോൾട്ട് ഫൈൻഡിങ് അല്ല, ഇത് നിങ്ങൾക്ക് ഒരു ഇൻസൈറ്റ് ഉണ്ടാക്കുക. ഇറ്റ് ഈസ് എൻ ഐ ഓപ്പണർ. ഇതിൽ എന്ത് വേണം എന്ന് തീരുമാനിക്കേണ്ടത് പൂർണ്ണമായിട്ടും ഇന്നത്തെ പൊതുസമൂഹത്തിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത് ഇതൊക്കെയാണ് ഇതിൻ്റെ സയൻറ്റിഫിക് മെത്തേഡ്, ഇങ്ങനെയൊക്കെ അവൈലബിൾ ആണ്. സോ നിങ്ങൾ ഇങ്ങനെ ഇത് പ്രാകൃതമായിട്ടുള്ള പണ്ടുള്ള ചികിത്സാ രീതിയിലേക്ക് പോകണം. ഈ കാറ്ററാക്റ്റിനും ഇവർ ചെയ്യുന്നത് നറിഷ്മെൻറ്റ് പ്രോസസ്സ് തന്നെയാണെന്നാണ് നമുക്ക് എല്ലാ പഠനങ്ങളും മനസ്സിലാക്കുന്നത്. കാരണം ഇതുപോലെ തന്നെ തർപ്പണം ചെയ്യുന്നുണ്ട്, നെയ്യ് കുടിക്കാൻ കൊടുക്കുന്നുണ്ട്, ഉള്ളിൽ മരുന്ന് കൊടുക്കുന്നുണ്ട്, ഈവൻ പർഗേഷൻ പോലും കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു സയൻറ്റിഫിക് ബേസിസും നമുക്ക് മനസ്സിലാവുന്നില്ല. ഡോക്ടർ ഏജിങ്ങും വിഷനും ആ ഒരു റിലേഷൻഷിപ്പ് പറയുന്നുണ്ടായിരുന്നു ഇടയ്ക്ക്. അപ്പോൾ ഈ ഏജ് റിലേറ്റഡ് മാക്കുലർ ഡീജനറേഷൻ, അതുപോലെ ഡയബറ്റിക് റെറ്റിനോപ്പതി പോലെയുള്ള അസുഖങ്ങളുണ്ട്, നേത്ര രോഗങ്ങളുണ്ട്. അപ്പോൾ അതിനെ എങ്ങനെയാണ് നമ്മുടെ മോഡേൺ മെഡിസിൻ ഡീൽ ചെയ്യുന്നത്? നൈസ് ക്വസ്റ്റ്യൻ. ഇതും ഇന്നത്തെ കാലത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. കാരണം ഞരമ്പുകൾക്ക് പ്രശ്നം ഉണ്ടാകുന്നതാണ് ഡയബറ്റിസ് എന്നൊരു എപ്പിഡമിക് പോലെയാണ് നമ്മുടെ നാട്ടിൽ വളർന്നിരിക്കുന്നത്. കാരണം ഓൾമോസ്റ്റ് നമ്മളൊരു ക്ലിനിക്കിൽ വരുന്ന പോപ്പുലേഷനിൽ 50 to 60% ആൾക്കാരും ഡയബറ്റിസ് ഉണ്ട്. സോ ഈ വളരെ ചെറിയ ഏജിൽ തന്നെ ഡയബറ്റിസ് ഡെവലപ്പ് ചെയ്യുന്നതുകൊണ്ട് ഇതിൻ്റെ കോംപ്ലിക്കേഷൻസും വളരെ പെട്ടെന്ന് വരുന്നുണ്ട്. സോ ഡയബറ്റിക് റെറ്റിനോപ്പതിയും ഡയബറ്റിക് നെഫ്രോപ്പതി, ന്യൂറോപ്പതി, ഇത് 3ഉം ഡയബറ്റിസിൻ്റെ കോംപ്ലിക്കേഷനാണ്. അതിൽ എൻ്റെ ഒരു ക്ലിനിക്കൽ പ്രാക്ടീസിൽ ഞാൻ ഏകദേശം എൻ്റെ ഡയബറ്റിക് രോഗികളിൽ 30% മുതൽ 40% പേരിൽ ഡയബറ്റിക് റെറ്റിനോപ്പതി കാണുന്നുണ്ട്. അതിന് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. സോ ഈ ഡയബറ്റിക് റെറ്റിനോപ്പതിക്കും ഏജ് റിലേറ്റഡ് മാക്കുലർ ഡീജനറേഷനും എല്ലാം ന്യൂറോണൽ ഡാമേജസ് ഉണ്ടാകുന്നത്. ഏജ് റിലേറ്റഡ് മാക്കുലർ ഡീജനറേഷൻ റെറ്റിനയുടെ പല ലെയറുകളിൽ ഉണ്ടാകുന്ന ന്യൂറോണൽ ഡാമേജ് ആണ്. ഈ ന്യൂറോണൽ ഡാമേജ് എല്ലാം ഈ വാസ്കുലാർ ഇൻറ്റഗ്രിറ്റി, അതായത് നമ്മുടെ വെസൽസ്, രക്തക്കുഴലുകളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടാകും. ഡയബറ്റിസ് എപ്പോഴും ഒരു മൈക്രോ വാസ്കുലാർ ഡിസീസാണ്. ചെറിയ രക്തക്കുഴലുകളെ ബാധിക്കുന്നു. മറ്റ് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തിലെ പോലെ കണ്ണിലെ ചെറിയ രക്തക്കുഴലുകൾ ബാധിക്കുന്നത് കൊണ്ട് കണ്ണിനകത്തേക്ക് നീർക്കെട്ടുണ്ടാകുന്നു. അത് കണ്ണിൻ്റെ കാഴ്ച തരുന്ന ഫോവിയ അല്ലെങ്കിൽ മാക്കുലയുടെ പുറകിൽ നീർക്കെട്ടുണ്ടാകുമ്പോൾ കാഴ്ച വളരെ ഡിസ്റ്റോർട്ടഡ് ആയിട്ട് പോവുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ രക്തക്കുഴലുകളെല്ലാം ഇങ്ങനെ പൊട്ടി ലീക്കേജ് ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായും അത് കൂടാതെ അതിൻ്റെ സമീപത്തെല്ലാം പുതിയ രക്തക്കുഴൽ, കാരണം അവിടെ അപ്പം ഒരു ഒബ്സ്ട്രക്ഷൻ വരുവാണ്, ഓക്സിജൻ കിട്ടുന്നില്ല, അല്ലെങ്കിൽ അവിടെ ഹൈപ്പോക്സി വരുന്നു. അപ്പോൾ ഒരു സ്റ്റിമുലസ് ഉണ്ടായിട്ട് വാസ്കുലാർ എൻഡോത്തീലിയൽ ഗ്രോത്ത് ഫാക്ടർ, കൂടുതൽ വെസൽ ഉണ്ടാകാനായിട്ട് ബോഡി പ്രൊമോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് ആ വെസൽസ് എന്ന് പറഞ്ഞാൽ ഇറഗുലറായിട്ടും വളരെ മോശമായിട്ടും ഉണ്ടാകുന്ന വെസൽസ് ആണ്. അത് കൂടുതൽ കോംപ്ലിക്കേഷൻസിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പം നമ്മൾ മോഡേൺ മെഡിസിൻ ഇതിന് ഒരു ടാർജറ്റഡ് അപ്രോച്ചാണ് എടുക്കുന്നത്. അതായത് വാസ്കുലാർ എൻഡോത്തീലിയൽ ഗ്രോത്ത് ഫാക്ടേഴ്സിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ആൻറ്റി വെജഫ് എന്ന് പറയുന്ന ഇഞ്ചെക്ഷൻസ് കുറച്ച് കോസ്റ്റ്ലി ആണ്. 6000 രൂപ മുതൽ 35,000 40,000 രൂപ വരെ ഓരോ ഇഞ്ചെക്ഷൻസിനും എടുക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ വളരെ ടാർജറ്റഡ് ആണ്. ഈ ആൻറ്റി വെജഫ് മോളിക്യൂൾസിനെ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഭാവിയിൽ പുതിയതായിട്ടുള്ള രക്തക്കുഴൽ ഉണ്ടാകുന്നില്ല. അങ്ങനെ നമുക്ക് ഇതിനെ പ്രിവെൻറ്റ് ചെയ്ത് അല്ലെങ്കിൽ തടഞ്ഞു നിർത്താൻ പറ്റും. പക്ഷേ അത് കൂടാതെ നമ്മൾ ലേസർ തെറാപ്പി, ഇതെല്ലാം കണ്ടുപിടിക്കാനായിട്ട് വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള മെത്തേഡ്സും ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആയുർവേദം ഒപ്റ്റിക്കൽ കൊഹിയറൻസ് ടൊമോഗ്രഫി, അതായത് റെറ്റിനയുടെ ലെയേഴ്സിൻ്റെ സ്കാനിങ് വരെ എത്തി നിൽക്കുന്നു. പക്ഷേ മോഡേൺ മെഡിസിൻ അതിലും മേളിലോട്ട് പോയി FFA, ഫ്ലൂറസെന്റ് ഫണ്ടസ് ആൻജിയോഗ്രഫി എന്ന് പറയുന്ന ഒരു ടെക്നിക്ക് ഉണ്ട്. അതായത് ഈ നമ്മുടെ കയ്യിലെ ഞരമ്പുകളിലേക്ക് ഇഞ്ചക്ഷൻ, ഫ്ലൂറസെന്റ് എന്ന് പറയുന്ന ഡൈ ഇഞ്ചെക്ട് ചെയ്തിട്ട് അത് കയ്യിൽ നിന്നും റെറ്റിനയിൽ ട്രാവൽ ചെയ്ത് എത്തുന്ന സമയം കൊണ്ട് അതിൻ്റെ പടം എടുക്കുന്നു. എന്നിട്ട് ഈ ഡൈ നമുക്ക് ഈ വെസൽസ്, ഞാൻ പറഞ്ഞില്ല മോശമാവുന്ന ഈ വെസൽസിൽ കൂടെ ലീക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ ഡൈ ഏതൊക്കെ ഭാഗത്ത് ലീക്ക് ചെയ്യുന്നുണ്ട്, എത്രത്തോളം ലീക്ക് ചെയ്യുന്നു, ഇതെല്ലാം കണ്ടുപിടിച്ച് നമുക്ക് ആ ഭാഗങ്ങളെല്ലാം ലേസർ ചെയ്ത് ഈ ഫർദർ ലീക്കേജ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത്രയും ഒരു മോളിക്കുലർ ബേസിസിൽ എത്തുമ്പോൾ ഇപ്പോഴും ഈ പറഞ്ഞ ഡയബറ്റിക് റെറ്റിനോപ്പതിക്കും ഏജ് റിലേറ്റഡ് മാക്കുലർ ഡീജനറേഷനും എല്ലാം ഈ സെയിം ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് ആയുർവേദം ഓഫർ ചെയ്യുന്നത്. അവിടെയും തർപ്പണവും പിന്നെ വിരേചനവും വമനവും ഇതൊക്കെ തന്നെ കൊടുക്കുന്നുണ്ട്. പ്ലസ് ത്രിഫല ചൂർണം, ത്രിഫലാദി, പിന്നെ ഘൃതം, ഇതെല്ലാം ആണ് നമ്മുടെ ലിറ്ററേച്ചർ അനുസരിച്ച് നമുക്ക് കൊടുക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇത്തരം ഈ മോശപ്പെട്ട വെസൽസിനെ എങ്ങനെയാണ് ഈ ഉള്ളിൽ കൊടുക്കുന്ന നെയ്യ് അല്ലെങ്കിൽ ഈ ഘൃതം അല്ലെങ്കിൽ ഈ മെഡിക്കേഷൻസ് എഫക്റ്റ് ചെയ്യുന്നതെന്നുള്ളതിന് സയൻറ്റിഫിക് ആയിട്ടുള്ള യാതൊരു എവിഡൻസും ഇല്ല. നമ്മുടെ കണ്ണുകളെ നമുക്ക്, കാരണം ഈ ഒരു ഡിസീസസ്, അതായത് ARMD അല്ലെങ്കിൽ ഏജ് റിലേറ്റഡ് മാക്കുലർ ഡീജനറേഷനോ ഡയബറ്റിക് റെറ്റിനോപ്പതിയോ
ഇതിൻ്റെയൊക്കെ ട്രീറ്റ്മെൻറ്റ് ഓരോ ദിവസവും നമ്മൾ വൈകിപ്പിക്കുന്നതനുസരിച്ച് ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ പിന്നെ നമ്മൾ സൂചി കൊണ്ടെടുക്കുന്ന തുമ്പ കൊണ്ടെടുത്താലും ശരിയാവണം എന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഓരോ നിമിഷവും ഉണ്ടാകുന്ന ഓരോ ബ്ലീഡിങ്ങും അത് നമുക്ക് കൂടുതൽ ഡാമേജസ് ഉണ്ടാകുന്നു. സോ നമ്മൾ കൂടുതൽ സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റിലേക്ക് പോകണം. ആ ട്രീറ്റ്മെന്റ് ഡിലേ ചെയ്യുന്നത് തന്നെ ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. ട്രീറ്റ്മെൻറ്റ് ഡിലേ ചെയ്യുന്ന ഡെഫിനറ്റ്ലി പ്രശ്നമാണ്. കാരണം എന്തെന്ന് വെച്ചാൽ ട്രീറ്റ്മെൻറ്റ് ഡിലേ ചെയ്യുന്നതനുസരിച്ച് ഇത് പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം പ്രോഗ്രസീവ് ഐ ഡിസീസസ് ആണ്. നമുക്ക് ഒരു സ്ഥലത്ത് സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കുന്നതല്ല, ഓരോ ദിവസം കഴിയും തോറും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ട്രീറ്റ്മെൻറ്റ് ഡിലേ ചെയ്യുന്നതനുസരിച്ച് ഇത് പല സ്റ്റേജസിലോട്ട് പോകുന്നു. അപ്പം നമ്മൾ ഈ FFA എടുത്ത് അങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഇത് സ്റ്റേജ് 1 ആണോ 2 ആണോ, പ്രോളിഫറേറ്റീവ് ഡയബറ്റിക് റെറ്റിനോപ്പതി, അതായത് പുതിയ രക്തക്കുഴലിൽ നിറഞ്ഞ് വന്ന് ബ്ലീഡിംഗ് ഉണ്ടായ സ്റ്റേജ് ആണോ അതോ തുടക്കമാണോ, ഇതെല്ലാം. ഈ നോൺ പ്രോളിഫറേറ്റീവ് അല്ലെങ്കിൽ പുതിയ രക്തക്കുഴലുകൾ ജസ്റ്റ് ഉണ്ടാകുന്ന സ്റ്റേജിൽ നിന്ന് അത് പ്രോളിഫറേറ്റീവ് വിട്രീസിനകത്ത് അല്ലെങ്കിൽ കണ്ണിനകത്ത് ഹെമറേജ് രൂപപ്പെടുന്നതിലേക്ക് മാറാനായിട്ട് വലിയ താമസമൊന്നും വേണ്ട. നമ്മൾ ഒറ്റ ട്രീറ്റ്മെൻറ്റ് ഡിലേ വന്ന ആ ഒറ്റ ട്രീറ്റ്മെൻറ്റ് ഡിലേ ഒരാഴ്ച കൊണ്ട് നമ്മൾ ഈ ചേഞ്ചസ് കാണാൻ പറ്റും. സോ ഏത് ട്രീറ്റ്മെൻറ്റും വൈകിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ദോഷം തന്നെ ചെയ്യും. പിന്നെ പ്രത്യേകിച്ചും ഇന്ന് കുട്ടികളിൽ കാണുന്ന മയോപ്പിയ പോലുള്ള കാഴ്ചമങ്ങൽ, അത് നമുക്ക് ഈ 90 ദിവസം എടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് തർപ്പണം അല്ലെങ്കിൽ ഈ ഒരു സൈക്ലിക്കൽ പ്രോസസ്സിലൂടെ പോയി കഴിഞ്ഞാൽ അത് കണ്ണ് വീണ്ടും കൂടുതൽ പ്രശ്നത്തിലോട്ട് പോകും. കാരണം കുട്ടികളിൽ വളരുന്ന സ്റ്റേജിൽ ഗ്രോയിങ് ഏജ് എന്ന് പറയുന്ന ആ ഒരു 6, 7, 8 മാക്സിമം അപ് ടു 9 ഇയേഴ്സ്, ഈ സമയത്താണ് ന്യൂറൽ സ്റ്റിമുലേഷൻ ഏറ്റവും നന്നായിട്ട് നടക്കുന്നത്. അപ്പോൾ ഈ കാലയളവിൽ അവർക്ക് പ്രോപ്പറായിട്ടുള്ള ക്ലാരിറ്റിയോട് കൂടിയ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു വിഷൻ അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം. എന്നെങ്കിൽ മാത്രമേ നമ്മൾ ബ്രെയിൻ ഈ സ്റ്റിമുലസ്, വിഷ്വൽ സ്റ്റിമുലസ് നമുക്കുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുകയുള്ളൂ. നമ്മൾ സ്ഥിരമായിട്ട് മോശമായ ഒരു ഇമേജാണ് കാണുന്നതെന്ന് വെച്ചു. ഇപ്പോൾ കൊച്ചുകുട്ടി അവരുടെ ന്യൂറോൺസ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് കാണുന്ന ഇമേജസ് അവ്യക്തമായിട്ടുള്ള ഇമേജ് ആണെങ്കിൽ ബ്രെയിനിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മോശമായതിനെല്ലാം അത് അവോയ്ഡ് ചെയ്യും. ഇറ്റ് വിൽ ഇഗ്നോർ. അപ്പം നമ്മുടെ ആ മോശമായിട്ടുള്ള ഇമേജ് ഒരു കണ്ണിലാണ് കാണുന്നതെങ്കിൽ ആ കണ്ണ് ലേസി ഐ അല്ലെങ്കിൽ ആംബ്ലിയോപ്പി എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് പോകും. വൺസ് ആ കണ്ണ് ആംബ്ലിയോപ്പി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് സെറ്റപ്പ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ തിരിച്ച് നമുക്ക് അതിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റത്തില്ല. സോ ഏർലിയർ ദ കറക്ഷൻ ബെറ്റർ. എത്രയും പെട്ടെന്ന് കറക്ഷൻ കൊടുക്കുന്നു അത്രയും നല്ലത്. എത്രയും കോൺസ്റ്റൻ്റ് ആയിട്ട് കറക്ഷൻ കൊടുക്കാൻ പറ്റുന്നു അത്രയും നല്ലത്. എത്രയും പ്രിസൈസ് ആയിട്ട് കറക്ഷൻ കൊടുക്കാൻ പറ്റുന്നു അത്രയും നല്ലത്. സോ ബെറ്റർ നോട്ട് ഡിലേ എനി ട്രീറ്റ്മെൻറ്റ്, എസ്പെഷ്യലി ഫോർ ചിൽഡ്രൻ. പിന്നെ പ്രത്യേകിച്ചും ഈ ഏജ് റിലേറ്റഡ് മാക്കുലർ ഡീജനറേഷൻ, ഡയബറ്റിക് റെറ്റിനോപ്പതി പോലുള്ള കണ്ടീഷൻസ്. അതായത് ലീച്ച് തെറാപ്പി യൂസ് ചെയ്തിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ആയുർവേദത്തിൽ. അപ്പോൾ ബേസിക്കലി മോഡേൺ മെഡിസിനിലും ചില ഇൻസ്റ്റൻസിൽ ലീച്ച് തെറാപ്പി പോലത്തെ ട്രീറ്റ്മെന്റ്സ് യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പം ഇത് ശരിയാണോ? ഈ ഒരു അവസാനം, കാരണം ഇത് ഓഫ്താൽമോളജിയും അതിൻ്റെ ഡിസീസസിനെയും പറ്റി പറയാന്ന് പറഞ്ഞാൽ വളരെ വാസ്റ്റാണ്. നമുക്കെല്ലാം പറഞ്ഞ് തീർക്കാൻ ഇങ്ങനത്തെ ഒരു ചെറിയ സമയം കൊണ്ട് പറ്റത്തില്ല. പക്ഷേ ഇതും കൂടി ഒന്ന് പറയണം എന്ന് എനിക്കുണ്ടായിരുന്നു. കാരണം ലീച്ച് തെറാപ്പി നമ്മൾ ഈ ആയുർവേദത്തിൽ ട്രീറ്റ്മെൻറ്റ് പോയിട്ടുള്ള പലർക്കും അറിയായിരിക്കും. ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ആയുർവേദ മെഡിക്കൽ സയൻസിൽ ലീച്ച് തെറാപ്പി, നമ്മുടെ അട്ട ഉപയോഗിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അത് ഈവൻ മോഡേൺ മെഡിസിൻ US ഇറ്റ് ഈസ് എ US FDA അപ്രൂവ്ഡ് ട്രീറ്റ്മെൻ്റ് ആണ് ലീച്ച് എന്ന് പറയുന്നത്. ലീച്ചിനെ ഒരു മെഡിക്കൽ ഡിവൈസ് ആയിട്ടാണ് മോഡേൺ മെഡിസിൻ US FDA ക്ലാസിഫൈ ചെയ്യുന്നത്. പക്ഷേ അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ചില കണ്ടീഷൻസ് ഉണ്ട്. നമ്മളിപ്പം ലീച്ച് തെറാപ്പി മോഡേൺ മെഡിസിൻ ഹെറിഡിന മെഡിസിനാലിസ് എന്ന് പറയുന്ന ഒരു ലീച്ചാണ് കൊടുക്കുന്നത്. അതിൻ്റെ തന്നെ ഒരു കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെറിഡിന മെഡിസിനാലിസ് എന്ന് പറയുന്ന ലീച്ച് ആയുർവേദവും ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ മോഡേൺ മെഡിസിൻ കൊടുക്കുന്നത്, ഈ ലീച്ച് തെറാപ്പി കൊടുക്കുന്നത് നമ്മൾ ആംബ്യൂട്ടേറ്റ് ചെയ്ത് അല്ലെങ്കിൽ മുറിഞ്ഞു പോയിട്ടുള്ള അഗ്രങ്ങൾ മുറിഞ്ഞു പോയിട്ടുള്ള കൈയോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് സർജറി ചെയ്ത് ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്കിന്നോ ഒക്കെ ഉണ്ടാകും. ഇവിടെ ഒരു വാസ്കുലാർ അനാസ്റ്റമോസിസ് നടക്കുന്നുണ്ട്. അതായത് വീനസ് ടു വെയിനിനെ വെയിനിനോട് യോജിപ്പിക്കുന്നു, എടുത്തു വെക്കുന്ന വെയിനിന് ആർട്ടറിയോട് യോജിപ്പിക്കുന്നു. പക്ഷെ ഇങ്ങനെ യോജിപ്പിച്ചു കഴിഞ്ഞാൽ ഈ നമ്മളൊരു യോജിപ്പിക്കൽ നടന്നതിന് ശേഷം തൊട്ടടുത്ത നിമിഷം അത് ഫങ്ഷൻ ചെയ്യുന്നില്ല. അതിന് ഇറ്റ് വിൽ ടേക്ക് ടൈം. ആ അനാസ്റ്റമോസിസ് വർക്ക് ചെയ്യാനായിട്ട് സമയമെടുക്കും. അപ്പോൾ ഈ സമയം അത്രയും അതിലേക്ക് വരുന്ന ബ്ലഡ് അവിടെ പൂൾ ചെയ്ത് കിടക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു വീനസ് പൂളിംഗ് വന്നു കഴിഞ്ഞാൽ ആ ഗ്രാഫ്റ്റ് റിജക്ഷനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം അവിടെ ഒരു കഞ്ചഷൻ വരുന്നു, ആ ടിഷ്യൂ എല്ലാം നശിച്ചു പോകുന്നു. അങ്ങനെയുള്ള സിറ്റുവേഷൻ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ആ വീനസ് പൂളിംഗ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി അതിനാണ് മോഡേൺ മെഡിസിൻ ഇത്തരം മെഡിസിനൽ ലീച്ചിനെ അഡ്വക്കേറ്റ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ പലപ്പോഴും ആയുർവേദത്തിൽ അവർ ഈവൻ ഇൻ പ്രാക്ടീസ്, കാരണം എൻ്റെ തന്നെ 2-3 പേഷ്യൻസ് ഉണ്ടായിരുന്നു, അവർക്ക് CSR സെൻട്രൽ സീറസ് റെറ്റിനോപ്പതി, അതൊരു സെൽഫ് ലിമിറ്റിംഗ് കണ്ടീഷനാണ്. കണ്ണിൻ്റെ ഒരു ഏജ് അനുസരിച്ച് സ്ട്രെസ് ഫാക്ടേഴ്സ് ഒക്കെ വരുന്നതനുസരിച്ച് കണ്ണിൻ്റെ മാക്കുലയുടെ അടിയിൽ നീർക്കിട്ട് വരുന്നതാണ് CSR. ഇറ്റ് സിമ്പിൾ പ്രോസസ് ആൻഡ് അത് തനിയെ തന്നെ യൂഷ്വലി പോകാറുണ്ട്. നമ്മൾ കണ്ടതനുസരിച്ചും അവർ അഡ്വക്കേറ്റ് ചെയ്യുന്നതനുസരിച്ചും CSR, സെൻട്രൽ റെറ്റിനൽ വെയിൻ ഒക്ലൂഷൻ,
CRVO എന്ന് പറയും. ഇത്തരം വെയിൻ ഒക്ലൂഷൻസ്, ഈവൻ ഗ്ലോക്കോമ, ഇതിലെല്ലാം തന്നെ അവരുടെ കൺസെപ്റ്റ് അനുസരിച്ച് ദുഷിച്ച രക്തം, അങ്ങനെ ഒരു ദുഷിച്ച രക്തം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഇല്ല ആക്ച്വലി. അത് കാർബോക്സി ഉള്ള, അതായത് ഓക്സിജനേറ്റഡ് ബ്ലഡും ഡീഓക്സിനേറ്റഡ് ബ്ലഡ് ഇങ്ങനെ ഉള്ളൂ, അല്ലാതെ നമ്മളെ രക്തമൊന്നും ഒരുപാട് ദുഷിച്ചൊന്നും പോകുന്നില്ല. ഇത്തരം ദുഷിച്ച രക്തത്തെ വലിച്ചെടുക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ ലീച്ചിനെ ഈവൻ ഈ സെൻട്രൽ റെറ്റിനൽ വെയിൻ ഒക്ലൂഷനിൽ ടെമ്പിൾ ഭാഗം, നമ്മുടെ ഈ നെറ്റിയുടെ ഈ സൈഡിലുള്ള ഭാഗം, കണ്ണിൻ്റെ പാൽപ്പബിൾ കൺജങ്ക്റ്റീവ, ഇവിടെയൊക്കെയാണ് ഒട്ടിച്ച് വെക്കുന്നത് ഈ മെഡിസിനൽ വാല്യൂ ഉള്ള ലീച്ച്. ഈ ലീച്ച് നമ്മുടെ സെൻട്രൽ റെറ്റിനൽ ആർട്ടറി അല്ലെങ്കിൽ വെയിൻ എന്ന് പറയുന്നത് ഒഫ്താൽമിക് വെയിനിന്റെ ബ്രാഞ്ചാണ്. അത് ഏറ്റവും ഉള്ളിൽ കിടക്കുവാണ്. കരോട്ടിഡ് ആർട്ടറിയുടെ എല്ലാം കറസ്പോണ്ടിങ് ആയിട്ട് കിടക്കുന്നു. ഇത്രയും അകലെയുള്ള ഒരു വെയിനിനകത്ത് നിൽക്കുന്ന ബ്ലഡിലേക്ക് എത്തും എന്ന് പറയുന്നതിനകത്തുള്ള ഒരു സയന്റിഫിക് പ്രിൻസിപ്പിൾ നമ്മൾ മനസ്സിലാക്കുന്നില്ല. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്തരം നമ്മുടെ മയോകാർഡിയൽ ഇൻഫെക്ഷൻ, ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരുമ്പോഴത്തേക്ക് ഇതേപോലെ തന്നെ രക്തത്തിൽ ഹാർട്ടിന്റെ രക്തക്കുഴലുകൾക്ക് ബ്ലോക്കേജ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഒരു 2 ലീച്ചിനെ എടുത്ത് സുപ്പീരിയർ വീനക്കാവയുടെയും ഇൻഫീരിയർ വീനക്കാവയുടെയും ഒക്കെ പൊസിഷനിൽ നമ്മൾ അറ്റാച്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലോട്ടൊക്കെ അത് പോവില്ലേ? അങ്ങനെയാണ് അതിൻ്റെ പ്രിൻസിപ്പിളെങ്കിൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റെൻറ്റുകളോ അല്ലെങ്കിൽ മറ്റ് ഇതൊന്നും നമുക്ക് ആവശ്യം വരത്തില്ല. ലീച്ച് തെറാപ്പി കൊടുത്ത് നമുക്ക് ഈവൻ മയോകാർഡിയൽ ഇൻഫെക്ഷനെയും ഈ പ്രിൻസിപ്പിൾ അനുസരിച്ച് ട്രീറ്റ് ചെയ്യാൻ പറ്റും. സോ ഐ സേ ദാറ്റ് അങ്ങനെ അവിടെ ശരിക്കും പറഞ്ഞാൽ ഇതിനെ ഒരു ജനറലൈസ് ചെയ്യുവാണ്. ലീച്ച് തെറാപ്പി ഒരു സ്പെസിഫിക് തെറാപ്പിക്ക് വേണ്ടി ഉണ്ടെങ്കിൽ അത് ആയുർവേദം പണ്ടേ യൂസ് ചെയ്തിരുന്നു എന്നുള്ള രീതിയിൽ അതിനെ വേണ്ടാത്ത രീതിയിലേക്കും കൂടി യൂസ് ചെയ്യുവാണ് ചെയ്യുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഓഡിയൻസിലേക്ക് പോകാൻ തോന്നുന്നു. ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളത് ജസ്റ്റ് റേസ് യു ഹാൻഡ്സ്, മൈക്ക് എവിടെ എത്തും. ഹലോ ഡോക്ടർ, എൻ്റെ പേര് കൃഷ്ണൻകുട്ടി, കൊട്ടാരക്കര. എനിക്ക് ചോദിക്കാനുള്ളത്, എൻ്റെ ഒരു സുഹൃത്ത് ഇപ്പോൾ അയാൾക്ക് ഡയബറ്റിക്കാണ്, 14 വർഷമായി ഡയബറ്റിക്സിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ കാഴ്ചയ്ക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല, എങ്കിലും പരിശോധിക്കേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ എന്തെല്ലാം മുൻകരുതൽ എടുക്കണം? തീർച്ചയായിട്ടും പരിശോധിക്കേണ്ടതാണ്. കാരണം ഏതൊരു ഡയബറ്റിസ് രോഗിയും ആദ്യം ഡയബറ്റിസ് ഡിറ്റക്റ്റ് ചെയ്യുന്ന സമയത്ത് മറ്റെല്ലാ പരിശോധനയും പോലെ തന്നെ അവരുടെ കണ്ണുകളെയും കിഡ്നിയെയും പരിശോധിക്കണം. കാരണം പലപ്പോഴും നമ്മൾ ഡയബറ്റിസ് എന്നുള്ള രോഗം അറിയപ്പെടാതെ പോവുകയാണ് ചെയ്യുന്നത്. നമ്മുടെ സമൂഹത്തിൽ ഇഷ്ടംപോലെ ഡയബറ്റിക് രോഗികളുണ്ട്, പക്ഷെ നമ്മൾ പലപ്പോഴും ടെസ്റ്റ് ചെയ്യുന്നില്ല. പിന്നെ ഇതുണ്ടായിക്കഴിഞ്ഞാൽ മരുന്ന് കഴിക്കണം എന്നുള്ളൊരു ഫിയർ ഫാക്ടറുണ്ട്, ഭയം. അത് പലരെയും ഈ ടെസ്റ്റുകൾ ചെയ്യുന്നതിൽ നിന്ന് മാറ്റി നിർത്തുന്നു. അപ്പോൾ അതെല്ലാം കൊണ്ട് തന്നെ ഡിറ്റക്ഷനും ചിലപ്പോൾ ഡിലേഡ് ആവുന്നു. അപ്പോൾ ഒരു ഡയബറ്റിക് രോഗി ചിലപ്പോൾ പലപ്പോഴും കാല് പഴുത്തിട്ട് വരിക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ സിംറ്റംസ്, കാലിൽ മുറിവുണങ്ങാതിരിക്കുക, ഇതൊക്കെ വരുമ്പോഴായിരിക്കും നമ്മൾ ഡയബറ്റിസ് ഡിറ്റക്ട് ചെയ്യുന്നത്. പക്ഷെ അവർ എത്ര നാളായിട്ട് ഡയബറ്റിക് രോഗിയായിരുന്നു എന്നുള്ളത് അതിന് തെളിവല്ല. മേ ബി അവരൊരു 10 വർഷമായിട്ട് രോഗിയായിരിക്കാം, ഒരു 12 വർഷമായിട്ട് രോഗിയായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് സ്റ്റേജ് എപ്പോഴും ഫസ്റ്റ് ഡിറ്റക്ട് ചെയ്യുന്ന സമയത്ത് ഡയബറ്റിസിന് കാഴ്ചയും ഒപ്പം തന്നെ ഒരു ഡയലേറ്റഡ് ഫണ്ടസ് എക്സാമിനേഷനും വേണം. ഇനി ഫർദർ എപ്പോഴാണെന്നുള്ള ഇത് ആദ്യമായിട്ടാണ് ഇവരെ ഡിറ്റക്ട് ചെയ്യുന്നത്, ഇവർക്ക് അധികം ഡ്യൂറേഷൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ വർഷാവർഷമുള്ള ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നല്ലതായിരിക്കും. അറ്റ്ലീസ്റ്റ് ആദ്യ സ്റ്റേജിൽ ഒരു 2 വർഷത്തിലെങ്കിലും ഫണ്ടസ് നോക്കണം. പക്ഷെ വൺസ് ഈ ഡയബറ്റിക് റെറ്റിനോപ്പതി ഉണ്ട് എന്ന്, ഈ ഡയബറ്റീസിൻ്റെ ഡ്യൂറേഷൻ അനുസരിച്ചാണ് ഈ കോംപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യുന്നത്. 20 വർഷം 25 വർഷം അങ്ങനെ ദീർഘകാലം നിൽക്കുന്നത്. പക്ഷേ എല്ലാ ഡ്യൂറേഷനുള്ള ഡയബറ്റീസ് ആൾക്കാർക്കും കോംപ്ലിക്കേഷൻ വരത്തില്ല. അവിടെയുമുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഇനീഷ്യൽ സ്റ്റേജിൽ ഡയബറ്റീസിനെ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു എന്നനുസരിച്ചിരിക്കും. സോ ഈ ഫസ്റ്റ് ഡിറ്റക്റ്റ് ചെയ്യുന്ന സമയത്തുള്ള സ്ട്രിഞ്ചൻറ്റ് കൺട്രോളാണ് ഇതിൻ്റെ ഫർദർ ഡാമേജസിനെ തടയുന്നത്. അപ്പോൾ ആദ്യ സ്റ്റേജിൽ നമ്മൾ നല്ലൊരു കൺട്രോൾ കൊടുത്ത് ഡയബറ്റീസിനെ കൃത്യമായിട്ട് മാനേജ് ചെയ്യുന്നുണ്ടെങ്കിൽ 35 വർഷമായ ആൾക്കാർക്കും ഒരു കോംപ്ലിക്കേഷൻസ് ഇല്ലാത്തവരെ നമ്മൾ കാണുന്നുണ്ട്. സോ അത് പേഴ്സൺ ടു പേഴ്സൺ ആൻഡ് വേരി ചെയ്യുന്നുണ്ട്. പക്ഷേ വൺസ് കോംപ്ലിക്കേഷൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡയബറ്റിക് റെറ്റിനോപ്പതി ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ എവറി 6 months കണ്ണ് പരിശോധിക്കേണ്ടതാണ്. ഡോക്ടറെ, തലവേദന വരുമ്പോൾ കണ്ണാടി വെക്കാറുണ്ട്. അതേപോലെ കണ്ണിൻ്റെ താരെ കറുപ്പ് വരുന്നതിന് ചിലർ പറയുന്നത് മൊബൈൽ ഫോൺ കൂടുതൽ യൂസ് ചെയ്യുമ്പോഴെന്നൊക്കെയാണ് പറയുന്നത്. ഇതിന് രണ്ടിൻ്റെയും കുറിച്ച് എന്താണ് പറയാനുള്ളത്? തലവേദന എന്ന് പറയുന്നത് കണ്ണിൻ്റെ കാഴ്ചമങ്ങലിൻ്റെ കൂടെയുള്ള ഒരു ഇൻ്റഗ്രേറ്റഡ് സിംറ്റമാണ്. എസ്തനോപ്പിയ എന്ന് നമ്മൾ പറയും, അതായത് ഐ സ്ട്രെയിൻ. ആക്ച്വലി എന്ത് പറ്റുമെന്ന് വെച്ചാൽ കണ്ണിന് കാഴ്ചമങ്ങൽ വരുമ്പോൾ, നമുക്ക് കാണാൻ പറ്റാതെ വരുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് ഈ മസിൽസ് ഓഫ് അക്കമഡേഷൻ, ഈ കണ്ണിൻ്റെ സീലിയറി മസിൽസ് നമ്മളിങ്ങനെ ചുരുക്കും, നമ്മളിങ്ങനെ ചെറുതായിട്ട് കണ്ണ് ചുരുക്കി കാണുന്നതിനുള്ള ഒരു പ്രവണതയുണ്ട്. അപ്പോൾ ഈ കാണുന്ന സമയത്ത് ഈവൻ നമ്മുടെ എക്സ്ട്രാക്കുലർ മസിൽസും, അത് കൂടാതെ ഈ നമ്മൾ ലെൻസിനെയാണ് ആക്ച്വലി നമ്മൾ അവിടെ ചുരുക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സീലിയറി മസിൽസ് ഉണ്ട് കണ്ണിനകത്തുള്ള, ഈ സീലിയറി മസിൽസിനും എല്ലാം ഒരു ടെൻഷൻ ഡെവലപ്പ് ചെയ്യുന്നു.
അതുകൊണ്ടാണ് ഈ എസ്തനോപ്പിക് സിംറ്റംസ് വരുന്നത്. ഇപ്പം തലവേദന, ഹെഡേക്ക് ഡ്യൂ ടു ഈ റിഫ്രാക്റ്റീവ് എറർ അല്ലെങ്കിൽ കാഴ്ചമങ്ങൽ കൊണ്ട് ഉണ്ടാകുന്ന ഹെഡേക്ക് ഇതിൻ്റെ ഒരു അസോസിയേറ്റഡ് സിംറ്റമാണ്. സോ അതിന് നമ്മൾ കണ്ണട കൊടുത്ത് തന്നെ മാത്രമേ അതിന് പരിഹാരം കണ്ടെത്താൻ പറ്റൂ. രണ്ടാമത് ചോദിച്ചാൽ മൊബൈൽ ഫോൺ അല്ലേ? കണ്ണിന്റെ താഴെ കറുപ്പ് വരുമ്പോൾ ചിലർ പറയുന്നത് മൊബൈൽ ഫോൺ അങ്ങനത്തെ സംഭവങ്ങൾ കൂടുതൽ കാണുന്നതുകൊണ്ടാണെന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയില്ല. കണ്ണിന് മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നത് മീൻസ് എല്ലാ നിയർ ഒബ്ജക്ട്സിനെ കൂടുതൽ ഫോക്കസ് ചെയ്യുമ്പോൾ ഐ സ്ട്രെയിൻ കൂടുന്നുണ്ട്. അത് കറക്റ്റാണ്. നമ്മൾ ഈ പറഞ്ഞ സെയിം പ്രിൻസിപ്പിളാണ്. ഈ സീലിയറി മസിൽസ് കൂടുതൽ അക്കോമഡേഷന് വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നു. സോ നമ്മൾ വെൽ ലൈറ്റഡ് അല്ലാത്ത ഒരു സിറ്റുവേഷനിൽ ഫോണെല്ലാം യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഐ സ്ട്രെയിൻ വന്ന് കണ്ണിനൊരു ഒരു തൂങ്ങിയ അവസ്ഥ, ഒരു ക്ഷീണ അവസ്ഥ ഇതാണ് ഉണ്ടാകുന്നത്. അല്ലാതെ ഈ കറുപ്പും മൊബൈൽ ഫോൺ കാണുന്നതുമായിട്ട് ഡയറക്റ്റ്ലി ഇതൊന്നുമില്ല. ഇതൊരു പഴയ മിത്താണ്. അതായത് നമുക്ക് പിന്നെ ഇത് സ്ട്രെയിൻ വരുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ താഴെ കറുപ്പ് വരും അല്ലെങ്കിൽ ഉറക്കക്കുറവ് വരും എന്നുള്ളത്. ഇതൊന്നും ഇറ്റ് ഇസ് നോട്ട് ജനറലൈസ്ഡ്. ഇത് എല്ലാവർക്കും ഒന്നും അങ്ങനെ സംഭവിക്കുന്നില്ല. കണ്ണിന് ഈ ഉറക്കക്കുറവ് ഇല്ലാത്തവർക്കും നമ്മൾ കറുപ്പ് കാണാറുണ്ട്, പിഗ്മെൻറ്റേഷൻ കൊണ്ട് കറുപ്പ് കാണാറുണ്ട്. സോ അത് നമുക്ക് അതിനുമായിട്ട് ആട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുമ്പോൾ കണ്ണട ഉപയോഗിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും, അതായത് നിയർ വിഷൻ ഗ്ലാസ്സസ്, അടുത്തുള്ള കാഴ്ചയ്ക്കുള്ള കണ്ണട യൂസ് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഗ്ലാസ് യൂസ് ചെയ്യണം. കാരണം ഇല്ലെങ്കിൽ നമ്മൾ വീണ്ടും നമ്മളെ കണ്ണിനെ സ്ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ കമ്പ്യൂട്ടേഴ്സ്, മൊബൈൽസ്, ഇതിൻ്റെ എല്ലാം അതിൽ നിന്ന് വരുന്ന ലൈറ്റ്സ് ഉണ്ട്, ബ്ലൂ ലൈറ്റ്സ് എന്ന് പറയുന്നത്. അത് കണ്ണിന് അത്ര സുഖകരമല്ല. സോ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് അതിനകത്തും ഒരു ബ്ലൂ ഫിൽറ്റർ ഉണ്ട്. നമ്മുടെ കണ്ണടയിൽ ഈ ബ്ലൂ ഫിൽറ്റർ ഇട്ട് കഴിഞ്ഞാൽ ഇറ്റ് ഗീവ്സ് എ ബെറ്റർ സൂത്തിങ് ഇഫക്റ്റ്. നമുക്ക് സ്ട്രെയിൻ ഇല്ലാതെ നമുക്ക് കാണാൻ പറ്റും. വായിക്കുന്നതാണെങ്കിലും മൊബൈൽ യൂസ് ചെയ്യുന്നതാണെങ്കിലും കമ്പ്യൂട്ടേഴ്സ് ആണെങ്കിലും എല്ലാം സ്ട്രെയിൻലെസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. നമുക്ക് സമയപരിമിതി ഉണ്ട്, അതുകൊണ്ട് ഒരു ചോദ്യം കൂടി ചോദിക്കാം. ലാസ്റ്റ് 10 minutes ആണ്. ഒരിക്കലും നഷ്ടമായ കാഴ്ച നമുക്ക് പിന്നീട് എങ്ങനെയെങ്കിലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ പല എക്സർസൈസിലൂടെയൊക്കെ ആ കാഴ്ച നമുക്ക് തിരിച്ച് കിട്ടും എന്ന് കേൾക്കുന്നുണ്ട്. അത് കറക്റ്റാണോ? അതുപോലെ വിഷൻ നമുക്ക് നന്നായിട്ട് കാണാമെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കണമെന്നും കണ്ണട മാറ്റണമെന്നും പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? കാണാമെങ്കിലും കണ്ണട ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് ചെയ്യണം. കാരണം 40 വയസ്സിന് ശേഷം വരുന്ന പ്രസ്ബയോപ്പിയ പ്രോഗ്രസീവാണ്. അത് ഓരോ 5 വർഷവും നമ്മുടെ ഒരു കണക്കനുസരിച്ച് 0.5 അനുസരിച്ച് കൂടും. അപ്പോൾ അതിന് നമുക്ക് കറക്റ്റായിട്ട് കറക്ഷൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്ലാസ് ഇടയ്ക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ എപ്പോഴാണോ നമുക്കൊരു വിഷ്വൽ പ്രോബ്ലം വരുന്നത് ആ സമയത്ത് നമ്മൾ കണ്ണട നോക്കണം. ഫ്രീക്വൻ്റ് ആയിട്ട് പോയി നോക്കണ്ട, എവറി 2 years 3 years വേണ്ട. എന്നാലും ഒരു 3 വർഷത്തിലൊരിക്കൽ 40 വയസ്സിന് ശേഷം കണ്ണട ടെസ്റ്റ് ചെയ്യണം. കാരണം എല്ലാ 3 വർഷത്തിലും ഇതൊരു 0.25 ഗ്രേഡിൽ ഇത് ഇൻക്രീസ് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ ഒരിക്കൽ നഷ്ടമായ കാഴ്ച തിരിച്ചു വരുന്നു. അത് ആ കാഴ്ച നഷ്ടപ്പെടലിൻ്റെ റീസൺ അനുസരിച്ചാണ് ഇരിക്കുന്നത്. കാരണം ന്യൂറോളജിക്കൽ ഡാമേജ്, നമ്മൾ നേരത്തെ ഇത്രയും പറഞ്ഞ പോലെ ന്യൂറോളജിക്കൽ ഡാമേജ്, ഗ്ലോക്കോമ എന്ന് പറയുന്ന കണ്ണിൻ്റെ പ്രഷർ കൂടുന്നതാണ്. അവിടെ ആ പ്രഷർ കൂടുന്നത് കൊണ്ട് ഒപ്റ്റിക് നെർവ് ഡാമേജ് ഉണ്ടാകുന്നു. ഇത്തരം കാഴ്ച നഷ്ടപ്പെടലുകൾ നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടത്തില്ല. പക്ഷേ ഗ്ലാസ് ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു ഡിമിനിഷ്ഡ് വിഷൻ അല്ലെങ്കിൽ നമുക്ക് മങ്ങിക്കാണുന്ന ഇങ്ങനെയുള്ള കാഴ്ച മങ്ങലുകളെല്ലാം നമുക്ക് ഗ്ലാസ് ഉപയോഗിച്ച് കറക്റ്റ് ചെയ്യാൻ പറ്റും. സോ എന്താണ് റീസൺ എന്നുള്ളത്, ഒരിക്കൽ ഒരു അനാറ്റമിക്കൽ ഡാമേജ്, അതായത് നമ്മുടെ കണ്ണിൻ്റെ നേത്ര പടലങ്ങൾക്കോ റെട്ടിനയ്ക്കോ വന്നു കഴിഞ്ഞാൽ ആ കാഴ്ചമങ്ങലെ നമുക്ക് പിന്നീട് ഒരിക്കലും തിരിച്ചുകൊണ്ടുവരാൻ പറ്റത്തില്ല. ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടറെ. എൻ്റെ ഒരു ചോദ്യം, കണ്ണിൻ്റെ ഏതെങ്കിലും ഒരു അസുഖം സൗഖ്യമാക്കുവാൻ ഹ്യൂമൻ മുലപ്പാലിന് എന്തെങ്കിലും അതിൻ്റെ അകത്തൊരു മെഡിസിനൽ എലമെൻ്റ് ഉണ്ടോ? കേട്ടില്ല, മനസ്സിലായി സർ. ഹ്യൂമൻ മുലപ്പാല് യെസ്, ഒരു മെഡിസിനൽ എലമെൻ്റ് അതിൻ്റെ അകത്തുണ്ടോ? ഇതും ഒരു പ്രാചീന കാലത്തെ ട്രീറ്റ്മെൻ്റ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ആക്ച്വലി മുലപ്പാലിൽ ധാരാളമായിട്ടുള്ള ലൈസോസൈംസ് എന്ന് പറയുന്ന എൻസൈംസ് ഒക്കെ ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ലൈസോസൈംസ് ഉണ്ടെന്ന്, അതുപോലുള്ള എൻസൈംസ് ഉണ്ട്. പക്ഷേ ഇത് മുലപ്പാൽ നമ്മൾ എങ്ങനെ എടുക്കുന്നു, അത് സ്റ്റെറൈലായിട്ടാണോ എടുക്കുന്നത്, അത് ഒഴിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ സ്റ്റെറിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ, ഇതെല്ലാം അവിടെ പ്രശ്നമാണ്. പിന്നെ നമുക്ക് അങ്ങനെ മുലപ്പാൽ ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്യേണ്ട ഒരു ഇത് അവസ്ഥ ഇപ്പോൾ വരുന്നില്ല. കാരണം കൊച്ചു കുട്ടികൾക്കാണ് കൂടുതൽ. പിന്നെ നമ്മൾ പലപ്പോഴും പല ചെടികളുടെ കറയൊക്കെ വീഴുമ്പോൾ ഓടിപ്പോയി മുലപ്പാൽ ഒഴിക്കാറുണ്ട്. ഇതെല്ലാം നമ്മൾ ഈ പറഞ്ഞ നമ്മൾ ഈ ട്രഡീഷണൽ ട്രീറ്റ്മെൻറ്റിന് കൊടുക്കുന്ന ഹൈപ്പാണ് നമ്മളവിടെ കൊടുക്കുന്നത്. എന്തിനു നമ്മൾ ചെടിയുടെ ഇല വീഴുമ്പോൾ മുലപ്പാൽ ഒഴിക്കണം? നമുക്ക് നല്ല വൃത്തിയുള്ള കണ്ണിന് കാഴ്ച ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്ലിനിക്കുകളും അതിന് ഉണ്ടാകുന്ന ഡാമേജിന് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ആൻറ്റിബയോട്ടിക്സും ഈവൻ പ്രൊട്ടക്ഷനാണ് വേണമെന്നുണ്ടെങ്കിൽ ലൂബ്രിക്കൻ ഡ്രോപ്സും ഉപയോഗിക്കുമ്പോൾ ഈ നാച്ചുറൽ ആയിട്ടുള്ള ലൈസോസൈം അടങ്ങിയ മുലപ്പാലിലേക്ക് നമ്മൾ പോകേണ്ട ആവശ്യമില്ല. നമുക്ക് കുറച്ചും കൂടി പഠനങ്ങളിലൂടെ സാധൂകരിക്കപ്പെട്ട കെമിക്കൽ മോളിക്യൂൾസ് ഉപയോഗിച്ച് അതിനെ ശരിയാക്കാൻ പറ്റും. ആയുർവേദവും അലോപ്പതിയും തമ്മിലുള്ള വ്യത്യാസത്തിൽ ആയുർവേദം ചികിത്സ ശരിയല്ല, ഔഷധങ്ങൾക്ക് ഒരു ഇൻ്റർനാഷണൽ റിപ്പോർട്ടിംഗ് ഇല്ലെന്ന് പറഞ്ഞു.
ഇൻ്റർനാഷണലുള്ള യൂറോപ്യൻസ് ആയുർവേദം അവർക്കറിയില്ല. അവിടുത്തെ ചികിത്സയെ സംബന്ധിച്ചുള്ള റിപ്പോർട്ടാണ്, റിസർച്ചുകളാണ് വരുന്നത്. അതിനാണ് ഇന്ത്യൻ ഡോക്ടേഴ്സ് ഫോളോ ചെയ്യുന്നത്. ഇതുപോലെ തന്നെ ഇവിടെ MBBSന് ഇവിടെ മെഡിക്കൽ കോളേജുണ്ട്, അതുപോലെ തന്നെ ആയുർവേദ കോളേജുണ്ട്. രണ്ടുപേർക്കും ഒരേ തുല്യ ഡിഗ്രിയാണ് തന്നു വിടുന്നത്. അപ്പോൾ ഈ ആയുർവേദത്തിലുള്ള ട്രീറ്റ്മെൻറ്റ്, അതിൽ ഔഷധങ്ങൾ മോശമാണ് അല്ലെങ്കിൽ ദുരവസ്ഥ ഉണ്ടാക്കുമെന്ന് പറയാൻ എങ്ങനെ കഴിയും? സാറിൻ്റെ ഈ ഒരു ഇതിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ഞാൻ ഖണ്ഡിക്കുന്നു. രണ്ടുപേർക്കും ഒരേ രീതിയിലുള്ള ഡിഗ്രി ആണോ കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ ഒരേ ഡിഗ്രി അല്ല, ഒരേ രീതിയിലുള്ള ഡിഗ്രി അല്ല. കാരണം മോഡേൺ മെഡിസിൻ കൊടുക്കുന്നത് മോഡേൺ മെഡിസിൻ പഠിപ്പിച്ചെടുത്ത ഡിഗ്രിയാണ്. അതിനുള്ള മെഡിസിൻസും അതിലുള്ള മെഡിസിൻസ് വെച്ച് ട്രീറ്റ് ചെയ്യാനും ഇൻക്ലൂഡിങ് സർജറീസ് പ്രോപ്പറായിട്ടുള്ള ഒരു ട്രെയിനിങ് കൊടുക്കുന്നതാണ് MBBS ഡിഗ്രി. അതേസമയം ആയുർവേദം കൊടുക്കുന്നത് ആയുർവേദ മെഡിസിൻസ് ഉപയോഗിച്ച് വാദത്തെയും പിത്തത്തെയും കഫത്തിലൂട്ടം ആട്രിബ്യൂട്ട് ചെയ്ത് വാദത്തെയും പിത്തത്തെയും കഫത്തെയും ട്രീറ്റ് ചെയ്യാനുള്ള മെഡിസിൻസിനുള്ള ഡിഗ്രിയാണ്. സോ ഈ 2 ഡിഗ്രി ഒരിക്കലും ഒന്നല്ല, രണ്ടും 2 ഡിഗ്രി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ ഡിഗ്രി ഉപയോഗിച്ച് ഇതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് പറയുവാൻ പറ്റുമല്ലോ. എല്ലാ ഡ്രോപ്സിൻ്റെയും മെക്കാനിസം ഓഫ് ആക്ഷൻ വളരെ വ്യക്തമായിട്ട് തീർച്ചയായിട്ടും അലോപ്പതിയിൽ യൂസ് ചെയ്യുന്ന ഓരോ ഡ്രോപ്പും എവിടെ ചെന്ന് ആക്ട് ചെയ്യുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് പറയാൻ പറ്റും. എഴുതി വെച്ചിട്ടുണ്ട്. ഒന്നും വേണ്ട, ഗ്ലൂക്കോമ, ആൻറ്റി ഗ്ലൂക്കോമ മെഡിക്കേഷൻസ് നമ്മൾ കാർബോണിക് അൻഹൈഡ്രേസ് ഇൻഹിബിറ്റേഴ്സിനെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ കാർബോണിക് അൻഹൈഡ്രേസ് ഇൻഹിബിറ്റേഴ്സ് എവിടെയാണ് ആക്ട് ചെയ്യുന്നതെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇറ്റ് ഗോസ് ആൻഡ് ആക്ട് ഓൺ ദി സീലിയറി മസിൽസ് വിച്ച് പ്രൊഡ്യൂസ് ദി കാർബോണിക് അൻഹൈഡ്രേസ്. ഇല്ല എക്സ്ക്യൂസ് മീ, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. നമുക്ക് സമയപരിമിതിയുണ്ട്. ഇങ്ങനത്തെ ചോദ്യങ്ങളാണെങ്കിൽ ചോദിക്കാം, അതല്ലാതെ ഇങ്ങനെ ഒരു ആർഗ്യുമെന്റിനുള്ള സമയം നമുക്കിപ്പോൾ ഇല്ല. ഇത് ആക്ച്വലി നമ്മൾ ഇത്രയും പറഞ്ഞത് എവിഡൻസ് ആണ്. സാറിന് ഞാൻ വേണമെങ്കിൽ ഒന്ന് പുറത്ത് വേറെ ഇതിൻ്റെ വ്യക്തമായ മറുപടി പറഞ്ഞുതരാം. കാരണം നമ്മൾ എവിഡൻസ് ബേസ്ഡ് ആണ് ഇതുവരെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും. പക്ഷേ അപ്പം നിങ്ങൾ പറയുവാണ് ഇല്ല ആയുർവേദവും ഹോമിയോപ്പതിയും അലോപ്പതിയും ഒരേ മൊഡാലിറ്റി ഓഫ് ട്രീറ്റ്മെൻ്റ് ആണെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു രീതിയിലും അംഗീകരിക്കാൻ പറ്റില്ല. കാരണം 3 വ്യത്യസ്തമായ രീതിയാണ്. ഹോമിയോപ്പതി ആണെങ്കിൽ ഡൈല്യൂട്ട് ചെയ്യുന്തോറും വീര്യം കൂടുന്നു എന്നാണ് പറയുന്നത്. ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ എവിടെ വീര്യം കൂടുന്നു? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മദ്യം കഴിക്കുമ്പോൾ വെള്ളം ഒഴിച്ച് കഴിക്കുന്ന അനുസരിച്ച് നിങ്ങൾ വീര്യം കൂടിയ മദ്യമാണ് കഴിക്കുന്ന. അങ്ങനെയല്ലല്ലോ കഴിക്കുന്നത്. അങ്ങനെ മദ്യത്തിൽ വെള്ളം ഒഴിക്കാനേ പാടില്ല. മനസ്സിലായി? അപ്പൊ അങ്ങനെ ഒരു പ്രിൻസിപ്പിളേ ഇല്ല. സോ ഹോമിയോപ്പതി ഈസ് പക്കാ സ്യൂഡോ സയൻസ്. എക്സ്ക്യൂസ് മീ, ഈ ഒരു വിഷയത്തിൽ ഒരു ഡിബേറ്റിനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സംഘാടകരെ സമീപിക്കാം. നമുക്കൊരു ഡിബേറ്റ് പ്ലാൻ ചെയ്യാവുന്നതാണ്. ഈ വിഷയത്തിൽ ഡിബേറ്റ് നടത്താൻ വരുന്നതിൽ നമ്മൾ പൂർണ്ണമായിട്ടും വെൽക്കം ചെയ്യുന്നുണ്ട്. കാരണം പൂർണ്ണമായ സയന്റിഫിക് ബേസിസിലാണ് നമ്മൾ സംസാരിക്കുന്നത്. വി ക്യാൻ ഡു ദാറ്റ്. ഇത്തരത്തിലുള്ള ഡിബേറ്റിനെല്ലാം വേദി ഒരുക്കി കൊടുക്കുക എസെൻസ് കാലങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. സോ വി ആർ റെഡി. എനിവേ, ഇത്രയും നേരം വളരെ നല്ല രീതിയിൽ ചോദ്യങ്ങൾ ചോദിച്ച ഓഡിയൻസിന് ആദ്യം നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു വിഷയത്തിൽ വളരെ നല്ല രീതിയിൽ നമ്മളോട് ആൻസേഴ്സ് പറഞ്ഞ വളരെ സയൻറ്റിഫിക് ആയിട്ട് നേത്രരോഗ ചികിത്സയെ നോക്കിക്കാണുന്ന ഡോക്ടർ ഷൈനയ്ക്കും ഞാൻ നന്ദി പറയുകയാണ്. എനിക്കറിയാം നിങ്ങൾക്ക് ധാരാളം ചോദ്യങ്ങളുണ്ട്, മേ ബി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഇതൊക്കെ നിങ്ങൾക്ക് ഓഫ് സ്റ്റേജിൽ നിങ്ങൾക്ക് ചോദിക്കുകയും നിങ്ങളുടെ ആർഗ്യുമെന്റ്സ് ഒക്കെ പറയാൻ ചെയ്യാവുന്നതാണ്. സോ right now നമ്മൾ ഈ ഒരു സെഷൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. താങ്ക് യു സോ മച്ച്. Thank you Anupama for that well section, and thank you Essence for giving me this opportunity. Thank you. And once again I want to say that this session is not an entirely fault finding session. ഇതൊരു fault finding അല്ല, നിങ്ങൾ ഒരു ഐ ഓപ്പണർ ആണ്. You can make your own choice. ആ ചോയ്സ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ പൊതുജനത്തിൽ തന്നെ നിക്ഷിപ്തമാണ്. സോ നിങ്ങൾക്കൊരു സയന്റിഫിക് പാത്വേ തുറന്നു തരിക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. താങ്ക് യു. താങ്ക് യു ഡോക്ടർ.